എല്ലാവർക്കും നമസ്കാരം. എല്ലാവരുടെയും ഓണമൊക്കെ എങ്ങനെയായി? നല്ല തകർത്ത് ആഘോഷിച്ചോ? ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് എല്ലാവരും കാണാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയല്ലോ അല്ലേ? ഓക്കെ, എന്തായാലും നല്ലൊരു മാറ്റം അല്ലേ? നമുക്ക് റെഗുലർ ലൈഫിൽ നിന്ന് ഒരു ചെറിയ മാറ്റം ഇങ്ങനത്തെ ഫെസ്റ്റിവൽസൊക്കെ വരുമ്പോഴാണല്ലോ നമുക്ക് ഒരു ചേഞ്ചൊക്കെ ഉണ്ടാവുക ലൈഫിൽ. നല്ലത്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിൻ്റെ കാര്യം, പേഴ്സണൽ റീഡിങ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, വേണ്ടവർക്ക് അപ്രോച്ച് ചെയ്യാം. ഇതുവരെ നല്ല ഒരു റെസ്പോൺസ് നിങ്ങളുടെ സൈഡിൽ നിന്ന് കിട്ടി, ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, ഇതുവരെയും ഇന്നത്തെ മാത്രമേ ഇനി പെൻഡിങ് ഉള്ളൂ. ബാക്കി ഇന്നലത്തെ വരെയുള്ളത് നൈറ്റിൽ തന്നെ ഞാൻ ക്ലിയർ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഓക്കെ, നല്ല റെസ്പോൺസാണ് എല്ലാവരുടെ ഭാഗത്തു നിന്ന് കിട്ടിയത്, ഒരുപാട് നന്ദി. അപ്പോൾ ആസ് ഇറ്റ് ഈസ് എനിക്ക് വോയിസ് കോൾ, അതായത് വിളിച്ചിട്ട് നിങ്ങൾക്ക് റീഡ് ചെയ്ത് തരാൻ ആസ് ഇറ്റ് ഈസ് ടൈം ഇല്ലാത്തൊരവസ്ഥയാണ്. ഓക്കെ, റെക്കോർഡിംഗ് ആകുമ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്തിട്ടാണ് ഞാൻ അയക്കുന്നത് റീഡിങ്ങിൻ്റെ. ഞാൻ കാർഡ്സും ഫോട്ടോ എടുത്ത് അയക്കാറുണ്ട് കേട്ടോ. നിങ്ങളുടെ സ്പ്രെഡ് എടുക്കുന്നതും ഞാൻ ഫോട്ടോ എടുത്തിട്ട് അതിന് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾക്ക് അയക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ബുദ്ധിമുട്ട് കാരണം ഒത്തിരി പേരുടെ ടൈം സ്ലോട്ട് എനിക്ക് കൊടുക്കാൻ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അറിയാലോ, ഞാൻ റീസൺസൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇടയിൽ സമയം കിട്ടുമ്പോൾ ഓടി വന്നിരുന്ന് ഞാൻ ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുവരെയും ഒരു നെഗറ്റീവ് റെസ്പോൺസ് ടച്ച് വുഡ് ആരുടെ സൈഡിൽ നിന്നും കിട്ടിയിട്ടില്ല. സോ ഇഫ് യു വാണ്ട് യു ക്യാൻ അപ്രോച്ച്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ വിളിക്കുമ്പോൾ പറയാം. നിങ്ങൾ ഒരുപാട് പേരുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചു, വളരെ സന്തോഷം. പേഴ്സണലി പലരെയും അറിയാൻ സാധിച്ചതിലും നിങ്ങളെ ചേച്ചിന്ന് വിളിക്കുമ്പോൾ എനിക്കൊരു വല്ലാത്ത ഫീലിംഗ്. ഓക്കെ, താങ്ക് യു ഫോർ കീപ്പിംഗ് മീ ക്ലോസ് ടു യുവർ ഹാർട്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒബ്സ്റ്റക്കിൾസ് നോക്കിയിട്ട് ഒരുപാട് നാളായി അല്ലേ, ഒരു മാസത്തോളമായി തോന്നുന്നുണ്ട്. അതായത് പലർക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്, ജോബ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട്, റിലേഷൻഷിപ്പിൽ അതൊക്കെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ തടസ്സത്തിൻ്റെ സിറ്റുവേഷൻ? ആ തടസ്സം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണോ? ഒബ്സ്റ്റക്കിൾസ് മാറിപ്പോയിട്ടുണ്ടോ, മാറാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന. ആൽഫബറ്റ്സ് വെച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ റീഡ് ചെയ്യാം. നെക്സ്റ്റ് വീക്ക് ഐ വിൽ ട്രൈ ടു കം ലൈവ് കേട്ടോ. സമയം ഉണ്ടാക്കാൻ വേണം, കാരണം മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്, ഞാൻ മറന്നിട്ടില്ല. ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഈ ആഴ്ച കേട്ടോ. അടുത്ത ആഴ്ച എങ്ങനെയെങ്കിലും ഞാൻ സമയം ഉണ്ടാക്കി ഒരു ദിവസം മെമ്പേഴ്സിനും ഒരു ദിവസം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയിട്ട് ഒരു ലൈവ് തീർച്ചയായിട്ടും വരുന്നതാണ്. ഓക്കെ, പ്രോമിസ്. അങ്ങനെ, കാരണം എല്ലാവർക്കും പേഴ്സണൽ റീഡിങ് എടുക്കാൻ സാധിക്കില്ല എനിക്കറിയാം. അപ്പോൾ ലൈവാണ് പലരും വെയിറ്റ് ചെയ്യുന്നതെന്നും എനിക്കറിയാം. മറന്നിട്ടില്ല കേട്ടോ, ചെയ്യാം നമുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ റീഡിങ്ങിലേക്ക് പോകാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒബ്സ്റ്റക്കിൾസ് വിത്ത് ഫസ്റ്റ് ലെറ്റർ ഓഫ് യുവർ പേഴ്സൺസ് നെയിം. നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒബ്സ്റ്റക്കിൾ എന്താണ്, അത് മാറി വരാനുള്ള സാഹചര്യം ഉണ്ടോ, എന്താണ് നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും ഉണ്ടോ, അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഡിവൈൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ABCDEF തുടങ്ങുന്നതാണ്. ഇവരുടെ റിലേഷൻഷിപ്പിൽ പലതരം ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ ഇവർ ഫീൽ ചെയ്യുന്നുണ്ട്. തടസ്സങ്ങൾ എന്തൊക്കെയാണ്, തടസ്സങ്ങൾ മാറാനുള്ള സാഹചര്യം എന്താണ് എന്നും കൂടെ കാണിച്ചത്. തടസ്സങ്ങൾ എന്താണ് ഇവരുടെ റിലേഷൻഷിപ്പിൽ, ഈ തടസ്സങ്ങൾ മാറാനുള്ള സാഹചര്യം ഉണ്ടോ എന്നും എനിക്കറിയണം. ഇവരുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ABCDEF. ഓക്കെ, 8 of Swords മാറ്റി വെച്ചിട്ടെടുക്കാം കേട്ടോ, സോറി. 6 of Cups, Magician, 9 of Pentacles, King of Swords, 5 of Cups. ക്ലാരിഫൈ ചെയ്തതിന് ശേഷം പറയാം കേട്ടോ. ക്ലാരിഫൈ 8 of Swords, clarify 8 of Swords, clarify 8 of Swords.
7 of Cups, Emperor. അവിടെ വരുന്നത് സെൽഫ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതാണ്. അതായത് സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. അവർക്ക് മുന്നോട്ട് വരുന്നതിൽ നിന്നും അവർ തനിയെ സ്വയം തടയുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതായിട്ടും ഓക്കെ നിലവിൽ റിലേഷൻഷിപ്പിനേക്കാളും റെസ്പോൺസിബിലിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായിട്ടും അവിടെ കാണുന്നു. ഇവിടെ ഇവരുടെ ഫാദർ, അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ്റെ സ്ഥാനത്തുള്ള മറ്റൊരാൾ അവിടെ അവർക്ക് അത് ഫാമിലിയിൽ നിന്ന് തന്നെ എടുത്തോളൂ. അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലെങ്കിൽ തടസ്സം അവിടെ അവരുടെ അച്ഛൻ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന കാസ്റ്റ് കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് അതൊക്കെ വളരെ പ്രബലമായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരിക്കണം. അപ്പോൾ അദ്ദേഹം ഒരുപാട് കൺട്രോളിങ് ആണ് ഇവരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവർ ഇത് റിലേഷൻഷിപ്പ് റെസ്പോൺസിബിലിറ്റിയും കൂടി കൂട്ടിക്കുഴയ്ക്കുമ്പോൾ ഒരുപാട് സ്ട്രെസ്സ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഇവർ സ്വയം ആ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതിൽ നിന്നും സ്വയം തടയുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഏരീസ് മേടരാശിക്കാരെ കുറച്ച് കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, പിന്നെ ലിബ്ര, ജമുന, എക്വേരിയസ്, തുലാം, മിഥുനം, കുംഭം. ഇത്രയും രാശിയാണ് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത് കേട്ടോ. ഇവരുടെ ഭാഗത്തുനിന്ന് നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടോ? ഈ തടസ്സം മാറി ഇവരുടെ സൈഡിൽ നിന്നും നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും ഉടനെ വരാൻ സാധ്യതയുണ്ടോ? നെക്സ്റ്റ് ആക്ഷൻ ഉടനെ വരാൻ സാധ്യതയുണ്ടോ? മാനിഫെസ്റ്റ് ചെയ്യാണ് കേട്ടോ. അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അവിടെ. കാരണം അവിടെ ഇവർക്ക് നിങ്ങളെ ഒരുപാട് സ്നേഹമാണ്. ലവേഴ്സും മജീഷ്യനുമാണ്. നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ തടസ്സം മാറിയിട്ട് രണ്ടും പോസിറ്റീവ് കാർഡ്സാണ് അവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഇവർ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അവിടെ ഒരു ആക്ഷൻ വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ തടസ്സം, ഈ സെൽഫ് റെസ്ട്രിക്ഷൻ മാറി അവരവരുടെ സ്നേഹം റിയലൈസ് ചെയ്യും. കണ്ടോ, കാർഡ്സിൻ്റെ അർത്ഥം മാറിയില്ലേ? ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് അവർ ഇത് ഫീൽ ചെയ്യാണ്. ഈ ഒരു റെസ്ട്രിക്ഷൻ അവർ ഫീൽ ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതേസമയം അവർക്ക് റിയലൈസേഷൻ ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ സ്നേഹം അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. കാരണം നിങ്ങൾ അവരെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ബലിക്കുന്നതായിട്ടും അവർ നിങ്ങളുടെ അടുത്ത് റിലേഷൻഷിപ്പിൽ വരുന്നതായിട്ടും നിങ്ങളുടെ സ്നേഹം അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടും തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. കാർഡ്സ് വന്നപ്പോൾ നെഗറ്റീവ് കണ്ടെങ്കിലും ഇപ്പോൾ ആക്ഷൻ എന്തായി? അവിടെ പോസിറ്റീവായി അല്ലേ? നല്ല കാര്യമല്ലേ? അവിടെ ടോറസ്, ഇടവ രാശിക്കാരും കണക്റ്റായി. ഇപ്പോൾ മിഥുന രാശിക്കാർ, ജമിനായി രാശിക്കാരും കുറച്ച് കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. വേഗം നടക്കട്ടെ, ടച്ച് വുഡ് അല്ലേ? അതിൻ്റെ ഇടയിൽ മാനിഫെസ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്നോട് കുറേ പേര് പേഴ്സണൽ റീഡിങ്ങിന് വന്നവരും കുറേ പേര് ഹീലിങ്ങിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഹീലിംഗ് കൂട്ടത്തിൽ അതേപോലെ വീനസ് ആക്ടിവേറ്റ് ചെയ്യാൻ പെർഫ്യൂം ഉപയോഗിക്കുന്ന കാര്യം മാഡം പറഞ്ഞിരുന്നു. അപ്പോൾ മാഡം ഏത് പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത് എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ലോകത്തുള്ള ഏത് പെർഫ്യൂമും യൂസ് ചെയ്യാം. അതൊരു സ്പെൽഡ് പെർഫ്യൂമൊന്നും അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ റെഗുലർ ആമസോണിലും കടയിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന നല്ല കുറച്ച് വിലയുള്ള ഒരു 500-ന് മേലെ വിലയുള്ള ഒരു പെർഫ്യൂമാണ് ഞാൻ പതിവായിട്ട് യൂസ് ചെയ്യുന്നത്. അത് പെർട്ടിക്കുലർലി കാണിച്ചു തരാമോ എന്ന് ഒരുപാട് പേര് പേഴ്സണൽ റീഡിങ്ങിന് വന്നപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് അത് തന്നെ വേണം, കാരണം ഇഫക്റ്റീവ് ആണെന്ന് ചേച്ചി പറഞ്ഞല്ലോ, അപ്പോൾ ആ പെർഫ്യൂം തന്നെ ഞങ്ങളും ഉപയോഗിക്കാം എന്ന് പറഞ്ഞവിടെ. കാരണം ഇത് ലേഡീസ് പെർഫ്യൂമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഒരു പ്രൊമോഷണൽ വീഡിയോ ഒന്നും അല്ല, ഞാനത് എടുത്ത് പറയുന്നു. കാരണം അത് ഇനി ഞാൻ ആ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അല്ല, എനിക്കിതിന് ഒരു 5 പൈസ കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഓരോരുത്തർക്കും പേഴ്സണൽ റീഡിങ്ങിന് വന്ന എല്ലാവർക്കും ഓരോരുത്തർക്കും ഇത് റിപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു വീഡിയോയിൽ ഞാൻ കാണിക്കാം, ഏത് പ്രോഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നുള്ള കാണിക്കാം. ഇതിന് അവൈലബിൾ ആണെങ്കിൽ ഞാൻ ടാഗും ചെയ്തിട്ടേക്കാം വീഡിയോയിൽ. അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആമസോണിൽ നിന്ന് ഒരിക്കൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ.
ഉള്ളത് ടാഗ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് ഇട്ടേക്കാം. ഓക്കെ, ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം. ഞാൻ എടുത്ത് വെച്ചു. ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് കാൾട്ടൺ ലഷ് എന്ന് പറയുന്ന കാൾട്ടൺ ലണ്ടൻ ലഷ് കാണാമല്ലോ എന്ന് പറയുന്ന ഈ പെർഫ്യൂം. ഞാനിത് റെഗുലറായിട്ട് ഇതിന് റോസിൻ്റെ സെൻറ്റാണിത്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പെർഫ്യൂമാണ്. വളരെ മൈൽഡായിട്ടുള്ള മണമാണ്. ഐ ആം ഇൻ ലവ് വിത്ത് ദിസ് പെർഫ്യൂം. ഓക്കെ, ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ അതിൻ്റെ തന്നെ കാൾട്ടൺ ലണ്ടൻ്റെ തന്നെ ബ്ലഷ് എന്ന് പറഞ്ഞ് ലഷ് ലിമിറ്റഡ് എഡിഷനാണ്. മറ്റേത് ലിമിറ്റഡ് എഡിഷനാണത്. എപ്പോഴെങ്കിലുമൊക്കെ കിട്ടാറുള്ളൂ. കിട്ടുമ്പോൾ ഞാൻ വാങ്ങിച്ചു വയ്ക്കും. ബ്ലഷ് എപ്പോഴും കാണാറുണ്ട് ആമസോണിൽ, നൈക്കയിലൊക്കെ അത് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. രണ്ടും ലേഡീസ് പെർഫ്യൂമാണ് കേട്ടോ. ഞാൻ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ബോഡിയിൽ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വീനസ് മൗണ്ടിൽ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഈ ഭാഗമാണ് വീനസ് മൗണ്ട്. ഓക്കെ, അവിടെ ജസ്റ്റ് 2 പ്രാവശ്യം സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ റബ്ബ് ചെയ്യുക. ഇത്രയും ചെയ്യണ്ടു. ഇത് സ്പെൽഡ് ഗിൽഡ് അങ്ങനെ ഒന്നും അല്ല. റെഗുലർ പെർഫ്യൂം കടയിൽ നിന്ന് വാങ്ങിച്ച് അതുപോലെ യൂസ് ചെയ്യാണ് കേട്ടോ. So you can just manifest whatever you want to manifest. Love related കേട്ടോ, റിലേഷൻ റിലേറ്റഡ്, പൈസ റിലേറ്റഡ്, പ്രോസ്പെരിറ്റി റിലേറ്റഡ് ഒക്കെ ഇത് ചെയ്തിട്ട് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, റെഗുലർലി ചെയ്യും, നല്ലതാണ്. ഇതേപോലെ ഒരുപാട് പെർഫ്യൂംസ് അവൈലബിൾ ആണ്. നൈക്കയിലൊക്കെ നോക്കിയാൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. യു ക്യാൻ ചൂസ് യുവർ മണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മണം ഏതാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്ത്. എനിക്ക് റോസിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ മൈൽഡ് സ്മെൽസാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഇത് രണ്ടും തന്നെ കുറച്ച് ഫ്ലവറി സ്മെല്ലുള്ള ഇതാണ്, മൈൽഡായിട്ടുള്ളതാണ്. അപ്പം ഞാനതാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് 6 of Cups. ക്ലാരിഫൈ 6 of Cups. നൊസ്റ്റാൾജിക് ആയിട്ട് നിങ്ങളെ ഓർക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഡിസ്റ്റൻസിലായിരിക്കണം, ഓർമ്മകളിൽ ഇരിക്കുന്നതുകൊണ്ട് ക്ലാരിഫൈ 6 of Cups പ്ലീസ്. ഇവിടെ എന്താണ് തടസ്സം ഡിവൈൻ? അവിടെ വെയിറ്റിംഗ് പീരീഡാണ്. വെയിറ്റിംഗ് പീരീഡിൽ അവിടെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഫൈനാൻസ് ആണ് അവിടെ ഇഷ്യൂ. ഇത് ലോങ് ഡിസ്റ്റൻസ് ആണോ എന്ന് നോക്കട്ടെ കേട്ടോ. ഇവർ ലോങ് ഡിസ്റ്റൻസിലാണോ? ഇവർ ലോങ് ഡിസ്റ്റൻസിലാണോ? ലോങ് ഡിസ്റ്റൻസ് അല്ല, വർക്ക് റിലേറ്റഡ്, ഫൈനാൻസ് റിലേറ്റഡ് ഇഷ്യൂ ആയിട്ട് ഇവർ വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്രോബബ്ലി ഇവർ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ വളരെ ലോങ് ടേം ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് കേട്ടോ. നിങ്ങൾ ഇന്നലെയും പരിചയപ്പെട്ടവരൊന്നും അല്ല. നിങ്ങളെ പ്രതി ഹൈലി റെസ്പെക്റ്റ് ഉണ്ട്. അതേപോലെ നിങ്ങൾ ഇവരെ ഫൈനാൻഷ്യലി സഹായിച്ച് കാണുക. ഇത് സ്ത്രീ പുരുഷനെന്നില്ല കേട്ടോ. ക്വീൻ ഓഫ് വോൺസിൻ്റെ എനർജി വന്നാലും അവിടെ അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല. നിങ്ങൾ ഇതിലേത് ജെൻഡർ ആയാലും നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫൈനാൻഷ്യൽ സഹായം അവർക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ്, വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അതേപോലെ ലോങ് ടേം ആയിട്ട് ഒരുപാട് കാലമായിട്ട് എന്തൊക്കെ 1 കൊല്ലത്തിൽ കൂടുതലായിട്ടൊക്കെ നിങ്ങൾക്ക് ഇവരെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് നിങ്ങളോട് റെസ്പെക്റ്റും ഉണ്ട്. സ്നേഹത്തോടൊപ്പം ആ റെസ്പെക്റ്റ് ഇരുന്നിരുന്നത് സ്നേഹമായിട്ട് മാറിയതാണ്. അപ്പോൾ ഇവർക്ക് പറയാനൊരു മടിയാണ്. കാരണം നിങ്ങൾ അവരെക്കാൾ ഒരു പടി മുകളിലാണ് എന്നൊരു ചിന്ത ഇവർക്കുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഇവരെന്താണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ലെവലിലേക്ക്, നിങ്ങളുടെ ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്യും. പൈസ സമ്പാദിക്കുന്നതിൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ അത്രയും തന്നെ ഒരു സ്റ്റാറ്റസിൽ ഇവർക്ക് എത്തണം. എന്നിട്ട് വേണം അവർക്ക് നിങ്ങളോട് പ്രപ്പോസ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ അവർ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഫൈനാൻസ് ആണ് ഒരു തടസ്സമായിട്ട് വരുന്നത്. അവരുടെ ജോലി, ഒരു പക്ഷെ ജോലി ആയി കാണില്ല. ജോലി ആയാൽ മുന്നോട്ട് പോകാം നമുക്ക്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവർക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നുള്ളത്. പക്ഷെ ഒരു ജോലി ആവട്ടെ എന്നിട്ട് പോയി പ്രപ്പോസ് ചെയ്യാം എന്നുള്ളതൊക്കെ രീതിയിൽ അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ ഒരുപാട് സ്നേഹവും അതേസമയം റെസ്പെക്റ്റും കൂടെ ഉണ്ട് എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ.
Clarify next action. Clarify next action. Clarify next action. വീണ്ടും ക്വീൻ ഓഫ് വോൺസ്. ഇവർക്ക് നിങ്ങളെ പ്രതി പ്രാന്താണ് കേട്ടോ. ഒബ്സെസ്ഡ് ലെവൽ ഓഫ് അട്രാക്ഷൻ ആൻഡ് റെസ്പെക്റ്റ് ആണ്. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ. നിങ്ങൾ അവരുടെ മനസ്സിൽ 2 പ്രാവശ്യം അതേ ഇതിൽ ക്വീൻ ഓഫ് വോൺസ് വന്നു. അപ്പോൾ നിങ്ങളെ എത്രത്തോളം അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിതീവ്രമായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ ഈക്വൽ ലെവലിൽ അവരെത്തും. നിങ്ങളെ പ്രപ്പോസ് ചെയ്യും. നിങ്ങൾ ഒരു ഈക്വൽ ഇതിൽ എന്ന് വെച്ചാൽ നിങ്ങൾ സ്നേഹം കൊടുത്ത് സ്നേഹം കിട്ടുന്ന ആ ഒരു ലെവലിൽ നിങ്ങൾ എത്തും എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അവിടെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, അതേപോലെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, അത് ഏറ്റവും കൂടുതലായിട്ട് കേട്ടോ. പിന്നെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ഇത്രയും രാശിയാണ് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. എത്രയും വേഗം ഫൈനാൻസിൻ്റെ ഇഷ്യൂ ഒക്കെ സോൾവ് ആയിട്ട് നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ABCDEF. ക്ലാരിഫൈ മജീഷ്യൻ. ക്ലാരിഫൈ മജീഷ്യൻ. പ്ലീസ് ക്ലാരിഫൈ മജീഷ്യൻ. ഇന്ന് വളരെ ഭീകര തടസ്സങ്ങളൊന്നും അല്ല, ചെറിയ ചെറിയ തടസ്സങ്ങളാണ് കാണുന്നത് അല്ലേ. ക്ലാരിഫൈ മജീഷ്യൻ. സ്റ്റാറും 10 ഓഫ് പെൻറ്റക്കിൾസും ആണ് അവിടെ വന്നത് കേട്ടോ. ഇവർ നിങ്ങളെ അതിതീവ്രമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്നൊക്കെ തന്നെ അവർ കരുതുന്നുണ്ട്. അവിടെ തടസ്സം അവരുടെ ഫാമിലി ആയിട്ടാണ് കാണുന്നത്. ഫാമിലി സ്റ്റെബിലിറ്റി, ഫാമിലിയിൽ നിന്ന് എതിർപ്പ് ഉണ്ടായിരിക്കും. അതാണ് അവിടെ ഒരു ഒബ്സ്റ്റക്കിളായിട്ട് കാണുന്നത്. ഈ ഫാമിലി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒന്നുകിൽ ഇവരുടെ പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആരായിരിക്കാം, ഇവരുടെ സ്പൗസ് ആയിരിക്കാം കേട്ടോ. അവിടെ പക്ഷെ നിങ്ങളെ 24 മണിക്കൂറും ഇവർ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. ഇവരുടെ മനസ്സിൽ നിങ്ങളില്ലാത്തൊരു സമയം പോലും ഇല്ല എന്നുള്ളൊരു ലെവലാണ്. നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങൾ വന്നതിന് ശേഷം അവർക്ക് ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നൊക്കെ ഇവർ വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടുത്തെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? ഇവിടുത്തെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? ഹാങ്ഡ് മാൻ ആൻഡ് ക്വീൻ ഓഫ് കപ്സ്. ഇവിടെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ ചിന്തകൾ മാറി ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വരുന്നതായിട്ടും നിങ്ങളുമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആവുന്നതായിട്ടും തന്നെയാണ് അവിടെ കാണുന്നത്. ഇവർ ഓൾറെഡി കണക്റ്റഡ് ആണ്, കാരണം അത്രയ്ക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഇമോഷണലായിട്ട് ചിന്തിച്ച് നിങ്ങളുടെ അടുത്തേക്ക് ഡെഫിനറ്റ് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം അത്രയ്ക്കും അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ. തടസ്സം വേഗം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക കേട്ടോ. ഇവിടെ രാശികൾ ടോറസ് ഇടവരാശി, അക്വേറിയസ് കുംഭരാശി, ടോറസ് വിർഗോ കാപ്രിക്കോൺ ഇടവം കന്നി മകരം, പൈസിസ് മീനരാശി, ക്യാൻസർ സ്കോർപ്പിയോ പൈസിസ് കർക്കിടകം വൃശ്ചികം മീനം, ഇത്രയുമാണ് അവിടെ കണക്റ്റ് ആയത്. ക്ലാരിഫൈ 9 ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ 9 ഓഫ് പെൻറ്റക്കിൾസ്. Clarify 9 of Pentacles. Ace of Cups and 4 of Cups. ഓക്കെ, സ്നേഹം ഒരുപാട് മനസ്സിൽ ഉണ്ട്. ഇവിടെ ഇവരുടെ സ്വന്തം കാര്യത്തിൽ കുറച്ച് ഫോക്കസ് ചെയ്യുന്നതായിട്ടും കരിയർ, സ്വന്തം കംഫർട്ട്, അവിടെ എന്തോ കുറച്ച് ജോലി സംബന്ധമായിട്ട് ഇവർ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. ഓക്കെ, ജോലിയിൽ സ്റ്റക്കായിട്ടിരിക്കുന്നതായിട്ടും നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. ഏസ് ഓഫ് കപ്സ് വെച്ചിട്ട് മനസ്സിൽ ഒരുപാട് സ്നേഹമുണ്ട്. അവിടെ ഫൈനാൻസ്, ജോലി, കുറച്ചൊരു സെൽഫിഷ്നെസ്, അതൊക്കെ ഒരു തടസ്സമായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ഗിവ് മീ മോർ കാർഡ്സ്. ഗിവ് മീ മോർ കാർഡ്സ്. ഇവർക്ക് സ്നേഹം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നത്? ഇവർക്ക് സ്നേഹം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നത്?
അവിടെ വെയിറ്റിംഗ് വീണ്ടും 9 ഓഫ് പെൻറ്റക്കിൾസ് വന്നു കേട്ടോ. വീണ്ടും 9 ഓഫ് പെൻറ്റക്കിൾസ് വന്നു. പിന്നെ ഒരു 5 ഓഫ് സ്പോർട്സിൻ്റെ എനർജിയാണ് അവിടെ കണക്റ്റ് ആയത്. നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഇവിടെ ഇവർ വെയിറ്റ് ചെയ്യുന്നത് ഇവർ സെൽഫ് സഫീഷ്യൻ്റ് ആവാൻ വേണ്ടിയിട്ട്, ഇവർ സ്വന്തം കാലിൽ നിൽക്കാൻ ഉള്ളൊരു സമയമാണ് ഇവർ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ അവർ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവരുടെ കാര്യങ്ങൾ നടക്കുന്നത്. ഒരു പക്ഷേ വീട്ടുകാർ പഠിക്കുന്ന കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ ജോലി ആയിട്ടില്ല. അവിടെ ഇവർ ഫൈനാൻഷ്യലി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സ്ഥിതിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. സെൽഫ് സഫീഷ്യൻസി 2 പ്രാവശ്യം 9 ഓഫ് പെൻറ്റക്കിൾസ് വന്നു. അപ്പോൾ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവാനും സെൽഫ് സഫീഷ്യൻ്റ് ആവാനും, അതായത് സ്വന്തം കാര്യം നോക്കാൻ പ്രാപ്തി ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പഠിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ പഠനം കംപ്ലീറ്റ് ചെയ്യണമായിരിക്കും, ജോലി കിട്ടണമായിരിക്കും, ഫൈനാൻഷ്യലി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം കാര്യം നോക്കാൻ സാധിക്കണമായിരിക്കും. അങ്ങനെ ഒരു വെയിറ്റിംഗ് പീരീഡിൽ അവിടെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. മനസ്സ് നിറയെ സ്നേഹമാണ്, നിങ്ങളെ ഒരുപാട് തീവ്രമായിട്ട് മിസ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ കാർഡ്സ്? ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, അതേപോലെ ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഇന്ന് ഭയങ്കര ഭീകര പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ കാണുന്നേ. ക്ലാരിഫൈ കിങ് ഓഫ് സോർട്സ്, ക്ലാരിഫൈ കിങ് ഓഫ് സോർട്സ്. തേർഡ് പാർട്ടിയെക്കാളും സ്വന്തം കാര്യം അങ്ങനെയൊക്കെയാണ് കാണുന്നു, ഫാമിലി അങ്ങനെയൊക്കെ തന്നെ കാണുന്നുള്ളൂ. ക്ലാരിഫൈ കിങ് ഓഫ് സോർട്സ്. ഇവിടെ അവരുടെ ഈഗോ ആണ് പ്രശ്നം. കിങ് ഓഫ് സോർട്സ്. ഓക്കെ, 6 ഓഫ് വാൻഡ്സ് ആൻഡ് ക്വീൻ ഓഫ് കപ്സ്. ഇമോഷൻസ് മനസ്സിൽ അടക്കി പിടിച്ച് അങ്ങനെ ഈഗോ പിടിച്ചിരിക്കുകയാണ്. ക്ലാരിഫൈ 6 ഓഫ് വാൻഡ്സ്, ക്ലാരിഫൈ 6 ഓഫ് വാൻഡ്സ്, ക്ലാരിഫൈ 6 ഓഫ് വാൻഡ്സ്. നിങ്ങൾ തമ്മിൽ ഒരു വഴക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. പ്രാക്ടിക്കൽ തിങ്കിങ് നടക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഞാൻ 6 ഓഫ് വാൻഡ്സ് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്ത് അവിടെ കിട്ടിയത് ജസ്റ്റിസ് ആണ്. അപ്പോൾ ക്ലിയർ ആയല്ലോ. അതായത് ഇവർ പ്രാക്ടിക്കൽ തിങ്കിങ് വരാൻ കാര്യം വളരെ പ്രാക്ടിക്കലായിട്ട് ഇപ്പോൾ ഒരു അക്ഷരം മിണ്ടാതെ ഇരിക്കുകയായിരിക്കും, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കിത്തരാം കേട്ടോ. 9 ഓഫ് പെൻറ്റക്കിൾസ് വന്നവിടെ, ഇത് രണ്ടും ഒരുമിച്ച് നോക്കാം. ഇവരൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂസ് ആയി കാണും. ഇവരുടെ ഭാഗത്തുനിന്ന് എന്താണ് യാതൊരു റെസ്പോൺസും വരാത്തത് എന്നുള്ള രീതിയിൽ ഇവരൊരു കടുംപിടുത്തം പിടിച്ചിരിക്കുകയാണോ, എന്താണ് കാരണം എന്നൊക്കെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ നിങ്ങളെ പ്രതി ഹൈലി ഇമോഷണൽ ആണ്. പക്ഷേ അവിടെ കുറച്ച് പ്രാക്ടിക്കലായിട്ടും ക്ഷമയോടുകൂടിയും ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള രീതിയിൽ അവർ വെയിറ്റ് ചെയ്യാണ്. കാരണം അവർ ഒരു കോർട്ട് കേസിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു പക്ഷേ ആ കോർട്ട് കേസ് ഒരു വിജയത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കാണണം. അപ്പോൾ അതിൻ്റെ ഒരു വിധി കിട്ടിയതിന് ശേഷമേ ഇവർ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് തരികയുള്ളൂ കേട്ടോ. അതിനു വേണ്ടി, കാരണം ഇപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ കേസിനെ അത് പ്രതികൂലമായി ബാധിക്കുമോ എന്നൊക്കെയുള്ളൊരു ഭയം അവർക്കുള്ളതായിട്ട് കാണുന്നു. അതിൻ്റെ ഒരു വിക്ടറി, അതാണ് വിക്ടറി കാർഡ് അവിടെ വന്നത്. അതിൻ്റെ ഒരു വിക്ടറി കിട്ടിയതിന് ശേഷം, ജയം കിട്ടിയതിന് ശേഷം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇവർ മനസ്സ് കല്ലാക്കിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. പുറമേക്ക് നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തൊരു ഈഗോ പിടിച്ച പേഴ്സണാണ്, ഇത്രയ്ക്കൊക്കെ അഹങ്കാരം കാണിക്കാനും മാത്രം ഞാൻ എന്ത് ചെയ്തു എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. പക്ഷെ ഇദ്ദേഹം മനസ്സിൽ കല്ലെടുത്ത് വെച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒരുപാട് ഇമോഷണലാണ് നിങ്ങളെ പ്രതി. പക്ഷേ ഈ കോർട്ട് കേസിന് ഒരു തീരുമാനമാകാതെ നിങ്ങളെ വന്ന് കാണാൻ അദ്ദേഹത്തിന് സാധിക്കില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ അദ്ദേഹം, അല്ലെങ്കിൽ അവർ ഇത് ജെൻഡർ എടുക്കരുത്, ഓക്കെ, 2 രീതിയിലും എടുത്തോളണം. അവിടെ കിങ് വന്നപ്പോൾ ഞാൻ അറിയാതെ അദ്ദേഹം എന്ന് പറഞ്ഞതാണ്. ഏത് ജെൻഡർ ആയാലും അവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ ഒന്ന് പറഞ്ഞു തരൂ. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ ഒന്ന് പറഞ്ഞു തരൂ. ഓക്കെ, നൈറ്റ് ഓഫ് വാൻഡ്സ്. ഇതിൻ്റെ ഒരു തീരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ റിസ്ക്കും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അവർ അതിതീവ്രമായിട്ട് വളരെ സ്പീഡോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നാണ് കാണുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു കോർട്ട് കേസിൻ്റെ
വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് എന്ന് അവർ പറയുകയാണ് കേട്ടോ. വേറെ ഒന്നും കൂടുതൽ ഒന്നും ആലോചിക്കില്ല, നേരെ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, തുലാ രാശി കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ട്. ലിബ്ര കുറച്ച് കൂടുതലായിട്ടുണ്ട്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം, മേട രാശി, ഏരീസ് രാശി കുറച്ച് കൂടുതലായിട്ടുണ്ട്. അതേപോലെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ഇത്രയും രാശിയാണ് ഇവിടെ കണക്ട് ആയത്. ഇനി 9 ഓഫ് പെൻറ്റക്കിൾസ് വന്നവർക്കുള്ള നെക്സ്റ്റ് ആക്ഷൻ, ഈ ഗ്രൂപ്പുകാർക്കുള്ള നെക്സ്റ്റ് ആക്ഷൻ ഒന്ന് പറഞ്ഞു തരൂ. ഈ ഗ്രൂപ്പുകാർക്കുള്ള നെക്സ്റ്റ് ആക്ഷൻ ഒന്ന് പറഞ്ഞു തരൂ. ദ സൺ ആൻഡ് ദ ചാരിയറ്റ്, അവർ ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് തന്നെയാണ്. ജോബ് ആയിക്കഴിഞ്ഞാൽ, കാരണം ചാരിയറ്റ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, യൂണിഫോംഡ് ജോബ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ കാർഡാണ് അല്ലേ. ഉറച്ച തീരുമാനമെടുക്കുന്ന നല്ല സ്ട്രോങ് വിൽഡായിട്ടുള്ള ആൾക്കാരുടെ കാർഡാണത്. അവിടെ നിങ്ങൾ അവരുടെ ലൈഫിലുള്ള പോസിറ്റിവിറ്റിയാണ്, സൂര്യനാണ്, വെളിച്ചമാണ്. അപ്പം നിങ്ങളുടെ അടുത്തേക്ക് വളരെ പോസിറ്റീവായിട്ട് അവർ ഈ ഒരു ജോബിൻ്റെ സെൽഫ് റിലയൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അവിടെ. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉറച്ച തീരുമാനവുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് തന്നെയാണ്, നിങ്ങളുടെ ലൈഫ് പോസിറ്റീവായിട്ട് വരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇവിടെ ഇപ്പോൾ ക്യാൻസർ, കർക്കിടക രാശിയും ലിയോ രാശിയും ചിങ്ങ രാശിയും കൂടെ കണക്റ്റായി. ക്ലാരിഫൈ 5 ഓഫ് കപ്സ്, പ്ലീസ് ക്ലാരിഫൈ 5 ഓഫ് കപ്സ്. ഒരു മിസ്സിങ് എനർജിയൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇന്ന് ഫീലിങ്സ് അങ്ങനെയൊന്നും അല്ലാത്തതുകൊണ്ട് ക്യാൻഡിൽ വളരെ ശാന്തമായി കത്തിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ. ഫൈവ് ഓഫ് കപ്സ്, ക്ലാരിഫൈ 5 ഓഫ് കപ്സ്. ഒബ്സ്റ്റേക്കിൾസ് ഉള്ളതുകൊണ്ടാണ് ഈ മിസ്സിങ് അങ്ങനെയൊക്കെ കാണുന്നത് കേട്ടോ. വേൾഡ് ലോങ് ഡിസ്റ്റൻസ് ആണ്. ഒരു പക്ഷേ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പേജ് ഓഫ് സോർട്സ്. കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാവും, കമ്മ്യൂണിക്കേഷനൊക്കെ ചെയ്യുന്നുണ്ടാവും. മിസ്സിങ് എനർജി, ലോങ് ഡിസ്റ്റൻസ് കാരണം മിസ്സിങ് എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവിടെ ആ ഡിസ്റ്റൻസ് ആണ് ഒബ്സ്റ്റക്കിളായിട്ട് വന്നിരിക്കുന്നത്. ഇവർ ലോകത്തിൽ വേറെ എവിടെയെങ്കിലും നിങ്ങളുടെ അടുത്തുനിന്ന് കൺട്രി തന്നെ വേറെ ആയിട്ട് അവിടെ ഇരുന്ന് റിസർച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ പഠിക്കുകയായിരിക്കാം. അവിടെ അതിൽ സ്റ്റക്കായിട്ട് ഇരിക്കുന്നതായിട്ട് കാണുന്നു. അവിടെ ഇരുന്ന് ഇവർ നിങ്ങളെ വളരെ കാര്യമായിട്ട് തന്നെ ഓർക്കുന്നതായിട്ട് കാണുന്നു, മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നു കേട്ടോ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ ഫോർ ദീസ് പീപ്പിൾ. നെക്സ്റ്റ് ആക്ഷൻ ഫോർ ദീസ് പീപ്പിൾ പ്ലീസ്. ഹെയറോഫന്റ്, 10 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി അവർ തരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ ഹെയറോഫൻ്റെ സ്റ്റെബിലിറ്റിയുടെ കാർഡ്, കല്യാണത്തിൻ്റെ കാർഡ്, അങ്ങനെയൊക്കെ ഞാൻ പറയുള്ളൂ. അവിടെ ഒരു തേർഡ് പാർട്ടി എന്ന് ഞാൻ പറയില്ല കേട്ടോ. തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തന്നെ അത് അവരുടെ ഫാമിലിയാണ്. കാരണം ഫൈനാൻഷ്യലി അവർ സ്റ്റുഡൻ്റാണ്, പഠിക്കുകയാണ്, ജോലി ആയിട്ടില്ല, മനസ്സിലായോ. അവിടെ ഫാമിലിയെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് ഫൈനാൻസസിന് വേണ്ടിയിട്ട്. അങ്ങനെയും എടുക്കാം ഇത്. അപ്പോൾ അവർക്ക് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണമെങ്കിൽ ഇവർക്ക് എന്ത് വേണം? ജോലി, പഠിത്തം കംപ്ലീറ്റ് ചെയ്ത് ജോലി സ്റ്റേബിൾ ആവണം. അങ്ങനെ ഒരു തടസ്സം മാത്രമേ അവിടെ കാണുന്നുള്ളൂ. അവിടെ ഫാമിലിയും ഹാപ്പി ആയിട്ട് തന്നെയാണ് കാണുന്നത്. അവർക്ക് നിങ്ങളുടെ ബന്ധത്തിൽ എതിർപ്പൊന്നും വരാൻ സാധ്യതയില്ല പിന്നീട്. പക്ഷെ ഇപ്പോൾ ഓഫ് കോഴ്സ് ജോലി ആവാതെ നമുക്കൊരു കല്യാണത്തിനെ കുറിച്ചൊന്നും ആലോചിക്കാൻ സാധിക്കില്ലല്ലോ. അതിനു വേണ്ടിയിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നതായിട്ടും തന്നെയാണ് കാണുന്നത് കേട്ടോ. പഠിത്തം കംപ്ലീറ്റ് ചെയ്ത് ഫാമിലിയുടെ സമ്മതത്തോടു കൂടി നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി, ഒരു സ്റ്റേബിൾ ലൈഫ്, ഒരു വിവാഹം ഒക്കെ വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഇത് കുടുംബത്തിൻ്റെ സമ്മതത്തോടെ തന്നെ വിവാഹം നടക്കുന്നതായിട്ടും തന്നെയാണ് കാണുന്നത് കേട്ടോ. ഇവിടെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ടോറസ്, ഇടവ രാശി കുറച്ച് കൂടുതലായിട്ടുണ്ട്. അതേപോലെ വേൾഡ് നമുക്കങ്ങനെ ഒരു രാശി എന്ന് പറയാനില്ല. ഹെയറോഫൻ്റെ പറഞ്ഞു, ഇടവ രാശി പറഞ്ഞു. സ്വാർട്സ് വെച്ചിട്ട് ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ആദ്യത്തെ ഗ്രൂപ്പുകാർക്ക് ABCDEF കാർക്കുള്ള റീഡിങ്. പിന്നെ അടുത്ത ഗ്രൂപ്പിലേക്ക് പോവാം നമുക്ക്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ പേര് GHIJKL എന്നുള്ള അക്ഷരങ്ങൾ തുടങ്ങുന്നതാണെങ്കിൽ ഇവരുടെ റിലേഷൻഷിപ്പിലുള്ള ഒബ്സ്റ്റേക്കിൾസ് എന്താണ്? ഡിവൈൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം GHIJKL തുടങ്ങുന്നതാണ്.
ഇവരുടെ റിലേഷൻഷിപ്പിലുള്ള ഒബ്സ്റ്റക്കിൾസ് എന്താണ്, അത് റിമൂവ് ആകുമോ എന്ന് പറയുന്നത്. മൂൺ വീണു കേട്ടോ തന്നെ. ഒബ്സ്റ്റക്കിൾസ് റിമൂവ് ആകുമോ എന്ന് എനിക്കറിയണം. അപ്പോഴേക്ക് ഒബ്സ്റ്റക്കിൾസ് എന്താണ്, അത് റിമൂവ് ആകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നും കൂടെ പറഞ്ഞു തരൂ. ദ മൂൺ വന്നു, പേജ് ഓഫ് സോർട്സ്, 6 ഓഫ് കപ്സ്. ഇത് മറ്റേ എന്താണ് റെപ്പിറ്റേഷൻ ആണല്ലോ വരുന്നത്. 10 ഓഫ് കപ്സ് അല്ലേ. 6 ഓഫ് വാൻസ്, 10 ഓഫ് വാൻസ്, 2 ഓഫ് പെൻഡക്കിൾസ്. 2 ഓഫ് പെൻഡക്കിൾസ് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിരുന്നു കേട്ടോ. ക്ലാരിഫൈ ചെയ്തിട്ട് ബാക്കി പറയാം. ഓക്കെ, ക്ലാരിഫൈ ദ മൂൺ. മിസ്സിങ് എനർജിയാണ് അവിടെ കാണുന്നത്. ഇൻസെക്യൂരിറ്റി, മിസ്സിങ് എനർജി ഒക്കെയാണ് അവിടെ കാണുന്നത്. ക്ലാരിഫൈ ദ മൂൺ പ്ലീസ്. നിങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ തടസ്സം അതാണ്. ഇവരൊന്ന് പിണങ്ങിയിരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത്. അതായത് 9 ഓഫ് കപ്സും നൈറ്റ് ഓഫ് കപ്സും ആണ് അതിൻ്റെ ക്ലാരിഫിക്കേഷനായിട്ട് വന്നത്. അതായത് നിങ്ങളൊന്ന് പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഒന്നുകിൽ ഇവർ നിങ്ങളെ ദേഷ്യം പിടിപ്പിച്ചതായിരിക്കും. കാരണം ഇവരൊരു സോറി പറഞ്ഞ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏതാണ്ട് ഇവർ പ്രവർത്തിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്തു. പക്ഷേ ഇവർ നിങ്ങളെ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. നിങ്ങളെ കിട്ടുക എന്നുള്ളത് ഇവരുടെ ലൈഫിൽ ഏറ്റവും വലിയ വിജയമാണെന്ന് ഇവർ കണക്കാക്കുന്നുണ്ട് കേട്ടോ. ഈ പിണങ്ങിയിരിക്കുന്നതും ഇതൊക്കെ നിങ്ങൾ അവരെ വിട്ടു പോകുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. ആ പിണക്കമാണ് അവിടെ തടസ്സമായിട്ട് കാണുന്നത്. ഓക്കെ, അവിടെ ഇവർ ഒരു ക്ഷമാപണത്തോടു കൂടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇവർക്ക് നിങ്ങളുടെ അടുത്ത് പിണങ്ങിയിരിക്കാനൊന്നും സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ആ പിണക്കമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇവരൊരു ക്ഷമയൊക്കെ ചോദിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. ക്ലാരിഫൈ 9 ഓഫ് സ്വാർഡ്സും ലവേഴ്സും. ഇപ്പം തടസ്സം റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഇവരെ പിണങ്ങിയിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരുപാട് സ്നേഹമാണ് കേട്ടോ നിങ്ങളോട്. അങ്ങനെ ബ്ലോക്ക് ചെയ്ത് ഇട്ടിരിക്കുവാണ്, ഒന്ന് ബ്ലോക്ക് മാറ്റിയത്. ചെറിയ പിണക്കമാണ്, ഭയങ്കര ഭീകര പിണക്കമല്ല ഞാൻ പറയുന്നത്. ചെറിയ പിണക്കമാണ്. ഇപ്പോൾ ഈ ഒരാഴ്ചയുടെ ഉള്ളിലൊക്കെ നിങ്ങൾ വഴക്കിട്ടിട്ട് ഇരിക്കുവാണെങ്കിൽ 9 ദിവസത്തിന് മുന്നേ, അതിൻ്റെ 10 ദിവസത്തിനകം എന്ന് വിചാരിച്ചോ. 10 ദിവസത്തിനകം നിങ്ങൾ കഴിഞ്ഞ 10 ദിവസത്തിനകമൊക്കെ വഴക്കിട്ടിട്ടിരിക്കുന്ന ആൾക്കാരാണ്, ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുവാണെന്ന് ബ്ലോക്ക് മാറ്റി തരാം കേട്ടോ. കാരണം ഇവർക്ക് നിങ്ങളെ ഒരുപാട് സ്നേഹമാണ്, ലവേഴ്സ് കാർഡാണ്. നിങ്ങളുടെ അടുത്ത് ക്ഷമ ചോദിക്കണം, നിങ്ങളുടെ അടുത്ത് ഒരു ഐ ലവ് യു പറയണം എന്നൊക്കെ ഇവർ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് പിണങ്ങിയൊന്നും ഇരിക്കണ്ട. ചെറിയ പിണക്കമാണെങ്കിൽ അത്രയും ഞാൻ പറഞ്ഞോളൂ. ഭയങ്കര ഭീകര പിണക്കം, നിങ്ങളെ വളരെ മാനസികമായിട്ട് ഉപദ്രവിച്ചിട്ട് പോയവരൊക്കെയാണ് ബ്ലോക്ക് മാറ്റണ്ട, അതും ഞാൻ പറയില്ല. പക്ഷേ ചെറിയ പിണക്കമൊക്കെയാണ്, ക്ഷമിച്ചേരെ. ഓക്കെ, ഇവിടെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ജമുനൈ, മിഥുന രാശി, അതേപോലെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, മൂൺ വെച്ചിട്ട് പൈസസ്, മീനരാശി വളരെ കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ക്ലാരിഫൈ പേജ് ഓഫ് സോർട്സ്. ക്ലാരിഫൈ പേജ് ഓഫ്, കാരണം പേജ് ഓഫ് സോർട്സ്. ക്ലാരിഫൈ പേജ് ഓഫ് സോർട്സ്. ഓവർ തിങ്കിങ് കാണുന്നു. കിങ് ഓഫ് കപ്സ്. ഓക്കെ, 5 ഓഫ് പെൻഡക്കിൾസ്. അവിടെ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നേരത്തെയും കഴിഞ്ഞ ഗ്രൂപ്പിലും ഇത് കണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു ഇതേ എനർജി. ഇവർ ജോലി ആയിട്ടുണ്ടാവില്ല, കാരണം ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റിയാണ് അവിടെ കാണുന്നത്. ഒരുപാട് സ്നേഹമുണ്ട് കാരണം അവിടെ ഇവർ ഫൈനാൻഷ്യലി ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടില്ല. ഇവരുടെ കയ്യിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും മാത്രമുള്ള ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇവർക്കില്ല. ഇവർ അത് കാരണം ഓവർ തിങ്കിങ്ങിലാണ്. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠനം മുഴുവനാക്കി ജോലിക്ക് പോകണം. അതിനുശേഷമേ നിങ്ങളുടെ ലവ് സാഫല്യത്തിൽ എത്തുന്നതായിട്ട് കാണുന്നുള്ളൂ. അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണ് അവിടെ കേട്ടോ. അവിടെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം എന്നവർ അതിതീവ്രമായി ആഗ്രഹിക്കുന്നു. നിങ്ങളെ അതിതീവ്രമായി ആഗ്രഹിക്കുന്നു, സ്നേഹിക്കുന്നു. ഓക്കെ, അവിടെ തടസ്സം ഫൈനാൻസസ് ആണ്. അവിടെ ഇമോഷണലി നല്ല കണക്ഷനാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. എംപറസ്. ഒരുപാട് സ്ട്രെസ് എടുത്ത് 4 ഓഫ് സ്വാർഡ്സും എംപറസും.
എംപ്രസ് പറയുമ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിൽ എന്താണെന്ന് ഞാൻ ഇനി പറയണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ. എംപ്രസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പകരമായി അവരുടെ ലൈഫിൽ അവർക്ക് വേറൊന്നും വേണ്ട. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ കൊടുത്ത കെയർ സ്നേഹമൊന്നും അവർക്ക് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നും അവരുടെ ലൈഫിൽ വേണം. നിങ്ങൾ അവരുടെ ഒരു ഭാഗമായിട്ട് കൂടെ വേണം. നിങ്ങളുമായിട്ടൊരു ഫാമിലി ഒക്കെ തന്നെയാണ് അവരുടെ മനസ്സിൽ. ഒരു ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി മൂലം അവർ കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഒരു ജോലിയൊക്കെ ആയിട്ട് വരുമ്പോഴേക്കും നിങ്ങൾ പോകുമോ എന്നുള്ളൊരു ചിന്ത, ഒരു ഭയം എപ്പോഴും അവരുടെ മനസ്സിൽ ഉള്ളതായിട്ട് കാണുന്നു കേട്ടോ. നെക്സ്റ്റ് ആക്ഷൻ അവർ ജോലിയായിട്ട് വരാൻ വേണ്ടി സ്ട്രെസ് എടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അവിടെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ടോറസ്, ഇടവ രാശി വളരെ കൂടുതലായിട്ട്. സ്വാട്സ് ഞാൻ പറഞ്ഞു. സ്വാട്സ് പറഞ്ഞു. ലിബ്ര, ജമുന, അക്വേറിയസ് കേട്ടോ. ഇത്രയും രാശിക്കാരാണ് ഇവിടെ കണക്റ്റ് ആയത്. നമുക്ക് clarify 6 of cups, clarify 6 of cups, clarify 6 of cups. ക്രോസ് റോഡ് സിറ്റുവേഷൻ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് അവിടെ. 2 of swordsഉം ഓക്കെ 10 of swordsഉം. അതായത് നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് ഇപ്പോൾ. നിങ്ങളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം ഇത് താഴേക്ക് വെക്കാം. നിങ്ങളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് എന്ന് കാണുന്നു. അവിടെ അതിഭയങ്കരമായ പെയിൻ, ഇവർ മാനസികമായിട്ട് വളരെയധികം വേദന അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വേദന മനസ്സിൽ അടക്കി വെച്ച് ഇവരുടെ ഹെൽത്തും കുറച്ച് തകരാറായിട്ട് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത മൂമെൻറ്റ്സ് ഒക്കെ ഭയങ്കര നൊസ്റ്റാൾജിക്കായിട്ട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇവർ ഒരുപാട് ഓർക്കുന്നതായിട്ട് കാണുന്നു. അവിടെ ഇഷ്യൂ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഏത് രീതിയിലും ആവാം അല്ലേ, പാരൻസ് ആവാം, സ്പൗസ് ആവാം. എന്തായാലും ആ തേർഡ് പാർട്ടി മൂലം നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് ഇപ്പോൾ. അവിടെ വളരെ വേദനയോടെ ഇവർ നിങ്ങൾ തുടർച്ചയായിട്ട് ആലോചിക്കുന്നതായിട്ടും ഈ ആലോചന ഓവർ സ്ട്രെസ് കൊണ്ട് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നതായിട്ടുമാണ് കാണുന്നത്. ക്ലാരിഫൈ. ഇത് നിങ്ങളുമായിരിക്കാം, നിങ്ങൾക്കും ഇതേ. കാരണം വാട്ടർ വരുമ്പോൾ റിഫ്ലക്ഷൻ എന്ന് നമ്മൾ എടുക്കേണ്ടി വരും. അതായത് രണ്ട് സൈഡിലും തന്നെ മിററിങ് എനർജി എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കേണ്ടി വരും. അങ്ങനെ ഇപ്പോൾ സഡനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, ആ വേദന എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, ക്ലാരിഫൈ. നെക്സ്റ്റ് ആക്ഷൻ. ഇനി നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ. ഇനി നെക്സ്റ്റ് ആക്ഷൻ. ത്രീ ഓഫ് വാൻഡ്സ് ആൻഡ് 2 of Pentacles. ഇല്ല, അവിടെ നെക്സ്റ്റ് ആക്ഷൻ വരുന്നില്ല. സെപ്പറേറ്റഡ് തന്നെയാണ്. 3 of Wands വീണ്ടും അവിടെ പ്രബലമായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ. 2 of Pentaclesഉം 3 of Wandsഉം ലോങ് ഡിസ്റ്റൻസും ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷനും വളരെ 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 സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് അവിടെ കേട്ടോ. അത് സെപ്പറേഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഇതിപ്പോൾ എല്ലാ രാശിയും തന്നെ അതിൽ വന്നു. ക്ലാരിഫൈ 10 of cups, ക്ലാരിഫൈ 10 of cups, ക്ലാരിഫൈ 10 of cups, ക്ലാരിഫൈ 10 of cups. ഫാമിലി തടസ്സമായിട്ട് വരുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. അവിടെ ലവേഴ്സ് വിത്ത് ഹാങ്ഡ് മാൻ ആണ് വന്നത്. അവർക്ക് നിങ്ങളോട് അതിഭയങ്കരമായ സ്നേഹമാണ്. പക്ഷെ ഫാമിലി അവിടെ തടസ്സമായിട്ട് വരുന്ന ഇത് സ്പൗസ് എന്ന് തന്നെ എടുക്കേണ്ടി വരും കേട്ടോ. അവിടെ ഫാമിലി ആയിട്ട് സ്റ്റക്ക് സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. സ്റ്റക്കാണോ എന്ന് അവിടെ പറയാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. കാരണം അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നമുക്കറിയണം. ക്ലാരിഫൈ ഹാൻഡ് മാൻ, ക്ലാരിഫൈ ഹാൻഡ് മാൻ, ഹാൻഡ് മാൻ. അവിടെ റെസ്പോൺസിബിലിറ്റീസ് മൂലം അവിടെ ഫാമിലി ആയിട്ട് സ്റ്റക്കായിട്ട് തന്നെയാണ് കാണുന്നത്. സ്റ്റക്കെന്ന് പറയാനില്ല, ഫാമിലി അവർക്ക് റെസ്പോൺസിബിലിറ്റി ആണ്. മനസ്സിൽ സ്നേഹം അടക്കി പിടിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവിടെ ഫാമിലിയുടെ
ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി, അവർക്ക് ഫാമിലിയിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഒന്നും രണ്ടും അല്ല, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അവരെ അങ്ങനെ അങ്ങ് വിട്ടിട്ട് എടുത്ത് ചാടി ഇവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇവർ സ്നേഹമുണ്ട്, സ്നേഹം പ്രകടിപ്പിച്ചും കാണും. കാരണം ലവേഴ്സാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എക്സ്പ്രസ്ഡ് ഫീലിംഗ് തന്നെയാണത്. പക്ഷെ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് റെസ്പോൺസിബിലിറ്റി ആണ്, ഇവർക്ക് അവരെ ഉപേക്ഷിച്ച് വരാൻ സാധിക്കില്ല എന്ന് തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു കോംപ്രമൈസിങ് സിറ്റുവേഷനിൽ തന്നെ അവരും ഉണ്ടാവും നിങ്ങളും ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെ കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ് അവിടെ കേട്ടോ. വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റെസ്ട്രിക്ഷനും ഉണ്ട് അവർക്ക്. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും? ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് അഗെയിൻ. പറഞ്ഞില്ലേ, എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് അഗെയിൻ. കിങ് ഓഫ് സ്പോർട്സ്. കാർഡ് കയ്യിൽ നിന്ന് താഴെ പോയി, എടുക്കട്ടെ കേട്ടോ. എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് സ്പോർട്സ് ആണ് വന്നത്. കാർഡ് ടേബിളിൻ്റെ അടിയിലേക്ക് പോയി. അജിറ്റേഷൻ ആണ്. ഓക്കെ, അജിറ്റേഷൻ കൊണ്ടാണ് കാർഡ് ചാടിപ്പോയത്. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണ് കേട്ടോ. അവർക്ക് അവിടെ അതാണ് കാരണം, റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചിട്ടുള്ള വലിയ ബോധം ഇവർക്ക് മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്നേഹം മനസ്സിൽ ഇടയ്ക്ക് പിടിച്ച് വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് പുറമേക്ക് അവർ ധൈര്യം ഒക്കെ കാണിക്കുന്നുണ്ടാവും. നമുക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാം എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ റെസ്പോൺസിബിലിറ്റിക്ക് മുൻതൂക്കം കൊടുക്കുന്നതായിട്ടും പ്രാക്ടിക്കാലിറ്റിക്ക് മുൻതൂക്കം കൊടുക്കുന്നതായിട്ടുമാണ് അവിടെ കാണുന്നത് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഇത് ഇപ്പോൾ പോകുന്ന സിറ്റുവേഷനിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. കോംപ്രമൈസിൽ അവരുമുണ്ട് നിങ്ങളുമുണ്ട് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അവിടെ വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ വരുന്നതായിട്ട് കാണുന്നില്ല കേട്ടോ. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ മാറുന്നതായിട്ടും കാണുന്നില്ല എന്നുള്ളതാണ്. ഇതേ സിറ്റുവേഷനിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ക്യാൻസർ, സ്കോർപിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ജമുനായി, മിഥുന രാശി ഒരുപാട് കൂടുതലായിട്ടുണ്ട്. ഹാങ്ഡ് മാൻ വെച്ചിട്ട് പൈസസ് രാശി, മീന രാശി കുറച്ച് കൂടുതലായിട്ടുണ്ട്. എഗെയിൻ പെൻറ്റക്കിൾസ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഇത്രയും രാശിയാണ് അവിടെ കണക്റ്റ്. ക്ലാരിഫൈ 6 of Wands. Clarify 6 of Wands. Clarify 6 of Wands. നൈറ്റ് ഓഫ് വാൻസ് ആൻഡ് ഏസ് ഓഫ് വാൻസ്. അവിടെ തടസ്സങ്ങൾ മാറി ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരു തടസ്സമായിട്ട് കാണുന്നില്ല. പരസ്പര സ്നേഹമുണ്ട്, പാഷൻ ഉണ്ട്. അവിടെ അതിലൊരു വിക്ടറിയിൽ എത്തിക്കണം എന്ന് തന്നെയാണ് കാണുന്നത്. ഇവിടെ എന്ത് തടസ്സമാണ് ഡിവൈൻ? ഇവിടെ എന്താണ് തടസ്സം? തടസ്സമൊന്നും കാണുന്നില്ലല്ലോ. ഇവിടെ തടസ്സമായിട്ടൊന്നും കാണുന്നില്ലല്ലോ. തേർഡ് പാർട്ടി കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ യൂണിഫോംഡ് ജോബിലായിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ കാണുന്നുണ്ട്. കാരണം ഒബ്സ്റ്റിക്കിൾ എനിക്ക് അവിടെ ഒന്നും കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ക്ലാരിഫൈ ചെയ്ത് നോക്കിയത്. നിങ്ങളെ പ്രതി ഹൈലി പാഷനേറ്റ് ആണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു യൂണിഫോംഡ് ജോബിലായിരിക്കാനും സാധ്യതയുണ്ട്. അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മറികടന്ന് ഹൈലി പാഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ ഒപ്പം ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് വരണമെന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഇവിടെ ഒബ്സ്റ്റിക്കിൾ തേർഡ് പാർട്ടി ആണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇത് സ്പൗസാണ്. ഇവർ മാരീഡാണ്. ഈ പേഴ്സൺ മാരീഡാണ്. അവിടെ മറ്റേ ഫാമിലി ഒന്നും അല്ല, ലൈക്ക് ഫാദർ മദർ അങ്ങനത്തെ അല്ല. ഇവിടെ സ്പൗസ് തന്നെയാണ്. സ്പൗസ് കുറച്ച് കൺട്രോളിങ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു യൂണിഫോംഡ് ജോബിലായിരിക്കാനും സാധ്യതയുണ്ട്. ഇവർ നിങ്ങളുടെ അടുത്ത് മനസ്സ് ഇതുവരെ തുറന്നിട്ടില്ലെങ്കിൽ ഒരു പ്രപ്പോസൽ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യത, ഒരു മനസ്സ് തുറന്ന് നിങ്ങളോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട് കേട്ടോ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. നിങ്ങളുമായി ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്.
നിങ്ങളെ പ്രതി ഹൈലി ഇമോഷണൽ ആണ്. അതായത് നിങ്ങൾക്കൊരു പ്രപ്പോസൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് തന്നെ ഇവരെ നിങ്ങളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്യും കേട്ടോ. നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ ഒളിച്ചു വെക്കുകയൊന്നുമില്ല. ഉള്ള സിറ്റുവേഷൻ ഇന്നതാണ് എന്ന് നിങ്ങളുടെ അടുത്ത് വളരെ ഓപ്പണായിട്ട് ഇവർ പറയും. കാരണം നിങ്ങളോടുള്ള ഇമോഷൻസും ഇവർ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കും. അവിടെ നിങ്ങളൊരു ഈക്വൽ ഗിവൺ ടേക്കിൽ എത്തുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഞാൻ പറയും, തേർഡ് പാർട്ടി ഉണ്ട് എന്ന് പറഞ്ഞാണ് ഇദ്ദേഹം തങ്ങളോട് പ്രപ്പോസ് ചെയ്യുന്നതെങ്കിൽ ഇത് സ്ത്രീ ആയാലും പുരുഷനായാലും ആലോചിച്ച് മാത്രം തീരുമാനിക്കുക. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒരു റിലേഷനിൽ പോയി പെട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്നതാണ് എന്തുമാത്രം സഫറിങ്സ് നമുക്ക് വരുന്നു എന്നുള്ളത്. അവസാനം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ പോയി പെട്ട് സഫർ ചെയ്യുന്നതിലും ഭേദം ആദ്യമേ കണ്ണ് തുറന്നു വെച്ച് സിറ്റുവേഷൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക എന്ന് ഞാൻ പറയും. ഓക്കെ, ക്ലാരിഫൈ 10 of Wands. പിന്നെ നിങ്ങളുടെ ലൈഫാണ്, നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ ആസ് എ ചേച്ചി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ക്ലാരിഫൈ 10 of Wands. ക്ലാരിഫൈ 10 of Wands. അവിടെ മജീഷ്യൻ ആൻഡ് ജഡ്ജ്മെൻറ്റ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഒരു കുറച്ച് ബേർഡൻ ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു കേസാണ് തടസ്സമായിട്ട് വരുന്നത്. ഇവർ ആ കേസ് വേഗം തീരണമെന്ന് തീവ്രമായിട്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു പോസിറ്റീവ് സൈഡിൽ വരണമെന്നും ഇവർ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ഇവർ ഭയങ്കര ബേർഡൻ ഫീൽ ചെയ്യുന്നുണ്ട്. മനസ്സിൽ ഭയങ്കര ഭാരം കയറ്റി വെച്ചതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓവർ തിങ്കിങ് ഉണ്ട്, തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്ലാരിഫൈ മാനിഫെസ്റ്റേഷനൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. പേജ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ക്വീൻ ഓഫ് സോർട്സ്. അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അപ്പോഴും ഉണ്ട്. അവിടെ ഇവർ നിങ്ങളുടെ അടുത്ത് ആസ് ഇറ്റ് ഈസ് കേസ് നടന്നു തുടങ്ങിയിട്ടില്ല കേട്ടോ. കേസ് കൊടുക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പം ഇവർ ഒരു മെസ്സേജ് നിങ്ങൾക്ക് അയക്കും. അതായത് കേസ് മൂവ് ഫോർവേഡ് ചെയ്തതിന് ശേഷം, കേസ് കൊടുത്തതിന് ശേഷം ഇവർ നിങ്ങളുടെ അടുത്ത് കോണ്ടാക്റ്റിൽ മെസ്സേജോ ഫോണോ എന്തെങ്കിലും വരും, കോളോ എന്തെങ്കിലും വരും, അല്ലെങ്കിൽ ഇൻ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയും ഇങ്ങനെ കേസ് മൂവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഇവരുടെ ലൈഫിൽ ഒരു സെപ്പറേഷൻ്റെ കേസ് നടക്കാൻ പോകുന്നതായിട്ട് കാണുന്നു. അതിനെപ്പറ്റി നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ടോറസ്, ഇടവരാശി വളരെ കൂടുതലായിട്ട്, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ലിബ്ര, തുലാരാശി, അതുപോലെ വോൺസിൻ്റെ എനർജി ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ക്ലാരിഫൈ 2 of Pentacles. ക്ലാരിഫൈ 2 of Pentacles. 2 of Pentacles. എംപറസ്, ആൻഡ് 3 of Swords. ഇവിടെയും നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ഒക്കെയാണ്. എംപ്രസിൻ്റെ എനർജി ഞാൻ പറയണ്ടല്ലോ എത്രത്തോളം സ്ട്രോങ് അട്രാക്ഷൻ ആണ്, സ്നേഹമാണെന്ന് ഞാൻ പറയണ്ടല്ലോ. അത്രയും സ്നേഹം, നിങ്ങൾ അവരുടെ ലൈഫിൽ റീപ്ലേസ്മെൻ്റ് ഇല്ലാത്ത ഒരാളാണെന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആണ്. കാരണം അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ നിങ്ങൾക്ക് അതിതീവ്രമായിട്ട് വന്നിട്ടുണ്ട്. കാരണം അവിടെ തേർഡ് പാർട്ടി ഉണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി മൂലം നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് ഇപ്പോൾ എന്ന് തന്നെയാണ് കാണുന്നത്. സ്നേഹം, അട്രാക്ഷൻ എല്ലാം ഉണ്ട്. പക്ഷേ അവിടെ അതിനേക്കാളും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന തേർഡ് പാർട്ടിയാണ്. നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും വരുമോ ഇവരുടെ അടുത്ത്? നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടോ? കിങ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് 7 of Cups. കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടും റെസ്പോൺസിബിലിറ്റീസിൽ സ്റ്റക്കായിട്ട് ഇരിക്കുന്നതായിട്ടും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവർ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് അതിനെ പറ്റിയൊക്കെ കുറച്ച് ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അവരുടെ ജോലി അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരൊരു പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആളാണ്. അവിടെ അവർക്ക് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അട്രാക്ഷൻ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇടവ രാശി, ടോറസ് കുറച്ച് കൂടുതലായിട്ടുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം, പിന്നെ ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഇത്രയും രാശിയാണ് അവിടെ കണക്റ്റ് ആയത്. ഇതായിരുന്നു രണ്ടാമത്തെ ഗ്രൂപ്പുകാർക്ക്, GHIJKL ഗ്രൂപ്പുകാർക്ക്. ഓക്കെ, ഇനി അടുത്ത ഗ്രൂപ്പിലേക്ക് പോവാം.
എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സിൻ്റെ പേര് MNOPQRS എന്നുള്ള അക്ഷരത്തിൽ തുടങ്ങുന്നതാണ്. ഇവരുടെ ലൈഫിലുള്ള ഇവരുടെ റിലേഷൻഷിപ്പിലുള്ള ഒബ്സ്റ്റേക്കിൾസ് എന്താണ് ഡിവൈൻ? ഒബ്സ്റ്റേക്കിൾസ് മാറി വരുമോ എന്ന് എനിക്കറിയാം. എൻ്റെ വ്യൂവേഴ്സിൻ്റെയും ഇവരുടെയും ഇടയിലുള്ള ഒബ്സ്റ്റേക്കിൾസ് എന്താണ്? ഈ ഒബ്സ്റ്റേക്കിൾസ് മാറി വരുമോ എന്ന് എനിക്കറിയണം. Devil, oh. Okay. Judgment. King of Cups. Ace of Cups. ഇവിടെ എന്ത് ഒബ്സ്റ്റേക്കിളാ? Chariot. Ace of Pentacles. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് 4 of Wands. എല്ലാം പോസിറ്റീവ് കാർഡ്സ് ആണല്ലോ. അവിടെ എന്താണ്? ഡെവിള് മാത്രമേ ഉള്ളൊരു പ്രശ്നമുള്ളത്. എന്ത് ഒബ്സ്റ്റേക്കിളാന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. ക്ലാരിഫൈ ഡെവിൾ. ക്ലാരിഫൈ ഡെവിൾ. നൈറ്റ് ഓഫ് കപ്സും 10 of Wands. Clarify judgment. Clarify judgment. Empress and 5 of Pentacles. Clarify King of Cups. Clarify King of Cups. Knight of Pentacles, Hermit. Clarify Ace of Cups. Clarify Ace of Cups. Page of Pentacles and 5 of Wands. Clarify Chariot. Clarify Chariot. Justice, High Priestess. Oh. Okay. Clarify Ace of Pentacles. Clarify Ace of Pentacles. 4 of Swords and 6 of Pentacles. Clarify 4 of Wands. Clarify 4 of Wands. Clarify 4 of Wands. ഇതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും എന്നും കൂടെ ഞാൻ ചോദിച്ചില്ലേ, അതുകൊണ്ടാണ് ഈ കാർഡ്സ് ഇങ്ങനെ വരുന്നത് കേട്ടോ. കണ്ട് പേടിക്കണ്ട. ക്ലാരിഫൈ 4 of Wands. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. ക്ലാരിഫൈ 4 of Wands ക്ലാരിഫൈ ചെയ്തതിൽ 7 of Cupsഉം 2 of Swordsഉം ആണ് വന്നത് കേട്ടോ. ഇവിടെ വലിയ ഭീകര പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അതിൻ്റെ സൊല്യൂഷനും കൂടെ പറഞ്ഞിട്ടാണ് ഡിവൈൻ പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണം മാത്രം എനിക്ക് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യണം. ക്ലാരിഫൈ എംപ്രസ്. ക്ലാരിഫൈ എംപ്രസ്. കിങ് ഓഫ് കപ്സ് എനിക്കറിയാമായിരുന്നു. 3 of Pentacles എംപ്രസിന്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് Pentacles. Clarify Knight of Pentacles. Chariot and Star. Clarify Hermit. Ace of Pentacles and 9 of Cups. ഓക്കെ, ഇതെനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തതാണ്. അത് അവിടെ ഇരിക്കട്ടെ കേട്ടോ. അവിടെ എത്തുമ്പോൾ ഞാൻ പറയാം. ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ്? ആദ്യത്തെ കേസ് ഡെവിൾ. ഇവിടെ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിന്നത് ഇദ്ദേഹത്തിൻ്റെ ഒബ്സസീവ് ബിഹേവിയർ. ഓക്കെ, ഒന്നുകിൽ നിങ്ങളെ പ്രതി ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ട് ഇവർ ബിഹേവ് ചെയ്ത് കാണും, അല്ലെങ്കിൽ ഇവരുടെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അഡിക്ഷൻ അത് നിങ്ങൾക്ക് അരോചകമായിട്ട് തോന്നിയിട്ടുണ്ടാവും. ഇത് നിങ്ങളുടെ സ്പൗസുമായിരിക്കാം കേട്ടോ. ഇവിടെ ഈവൻ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക്, ഫിസിക്കൽ റിലേഷന് വേണ്ടിയിട്ടുള്ള കൂടുതൽ ഏർജ് അങ്ങനെയൊക്കെ അത് നിങ്ങൾക്കൊരു ബേർഡനായിട്ട് തോന്നിയിട്ട് നിങ്ങൾ ഇവരെ മാറ്റി നിർത്തി കാണാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇവർ ഓവർ ഒബ്സസീവായിട്ട് നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നുമുണ്ട്. ഒരുപാട് ടോക്സിക് ബിഹേവിയർ ഉണ്ടാവുമല്ലോ, എന്ന് വെച്ചാൽ അനങ്ങാനും തിരിയാനും സമ്മതിക്കാത്ത രീതി, സ്നേഹം കൂടിയിട്ട് സംശയം, സ്നേഹം കൂടിയിട്ട് ഇടമെല്ലാം തിരിയാൻ സമ്മതിക്കാതിരിക്കൽ, നിങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യൽ, അങ്ങനെയൊക്കെ ഒബ്സസീവായിട്ട് നിങ്ങളെ അടുത്ത് പെരുമാറുന്നുണ്ടാവും. ആ ഒരു ഒബ്സഷൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു, അത് നിങ്ങൾക്കൊരു ബേർഡനായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇവരെ ഒന്ന് അകറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ
ഇവരിവരുടെ തെറ്റ് മനസ്സിലാക്കി ക്ഷമാപണത്തോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ആ തെറ്റ് തിരുത്താൻ അവർ തയ്യാറാണ് എന്ന് പറയുന്നതായിട്ട് കാണുന്നത്. അതേ സെഷൻ ഇപ്പോൾ കൂടുതൽ ആൽക്കഹോൾ, സ്മോക്കിംഗ്, പിന്നെന്താണ് വേറെ എന്താണ് ഫിസിക്കൽ റിലേഷനോടുള്ള ഒരു ഒബ്സഷൻ, അതൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ലിമിറ്റ് ചെയ്ത് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തയ്യാറാണ് ക്ഷമാപണത്തോടു കൂടി എന്ന് ആണ് അവിടെ കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ. നെക്സ്റ്റ് ആക്ഷൻ പ്ലീസ് ഗിവ് മീ നെക്സ്റ്റ് ആക്ഷൻ. നിങ്ങളെ ഒരുപാട് മിസ്സിങ് എനർജിയിലാണ്. നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം എത്തണമെന്ന് അവർ ആലോചിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ പ്രതി ഇൻസെക്യൂരിറ്റി ഉണ്ട്. അതായത് ഇവർ ഈ സ്വഭാവം തുടർന്ന് പോയാൽ നിങ്ങൾ ഇവരെ കളഞ്ഞിട്ട് പോകും എന്നുള്ളൊരു ഭയം ഇവർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷമ ചോദിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനൊരു അറ്റംപ്റ്റ് ഇവർ ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത്. കാപ്രിക്കോൺ മകരരാശി കുറച്ച് കൂടുതലായിട്ടുണ്ട്. പൈസസ് മീനരാശി, പിന്നെ ലിബ്ര ജെമിനി അക്വേറിയസ് തുലാം മിഥുനം കുംഭം ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് കർക്കിടകം വൃശ്ചികം മീനം ഏരീസ് ലിയോ സാജിറ്റേറിയസ് മേടം ചിങ്ങം ധനം. ഓക്കെ, ഇത്രയും രാശിക്കാരാണ് ഇവിടെ കണക്റ്റ് ആയത്. ഇവിടെ അടുത്ത സെറ്റുകാർ അവർ വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് ആണ്. ജഡ്ജ്മെൻറ്റ്, 5 ഓഫ് പെൻറ്റക്കിൾസ്, എംപറസ്. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. എനിക്ക് എംപ്രസ് ഒന്ന് ക്ലാരിഫൈ ചെയ്യണമായിരുന്നു. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. എന്നാൽ നിങ്ങളുടെ അടുത്ത് അതിഭയങ്കരമായ സ്നേഹവുമാണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ എംപ്രസ് സാന്നിധ്യമാണെന്ന് അവർ വിചാരിക്കുന്നു. നിങ്ങളോട് ഒരുപാട് സ്നേഹം ഇവർക്ക് തോന്നുന്നുണ്ട്. അതേപോലെ നിങ്ങൾ അവരുടെ ലൈഫിൽ റീപ്ലേസ്മെൻ്റ് ഇല്ലാത്ത ഒരാളാണ് എന്ന് അവർ ഉറച്ച് തന്നെ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അവിടെ ഒരു കേസ് നടക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ്റെ കേസ് നടക്കുന്നുണ്ട്. അവിടെ ഫൈനാൻഷ്യലി അവർ കുറച്ച് അൺസ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു കേട്ടോ. അതായത് ഈ സെറ്റിൽമെൻറ്റ് ഒരു പക്ഷേ ഇവർ കടമൊക്കെ വാങ്ങിച്ചിട്ട് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് സ്നേഹം മനസ്സിൽ വെച്ചിട്ട് ഒരു വെയിറ്റിംഗ് പീരീഡിൽ അവിടെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. സ്നേഹം ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. അറ്റ് പ്രസൻറ്റ് ഇവർ ആ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ പെട്ട് കിടക്കുന്നതുകൊണ്ട് ഒന്ന് സ്ലോ ഡൗൺ ആയിരിക്കുകയാണ് എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു സിറ്റുവേഷൻ തരണം ചെയ്ത് കഴിഞ്ഞാൽ ഈ സെറ്റിൽമെൻ്റ് എല്ലാം കഴിഞ്ഞ് കടമൊക്കെ ഒന്ന് സെറ്റിലായി ഒരു സ്റ്റെബിലിറ്റി വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന തന്നെയാണ് അവിടെ. കാരണം നിങ്ങളെ ഒരുപാട് സ്നേഹമാണ് അവർക്ക്. ആ ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റിയാണ് അവിടെ തടസ്സമായിട്ട് വരുന്നത്. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ പ്ലീസ്. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. ക്വീൻ ഓഫ് സോർഡ്സ്, കിങ് ഓഫ് കപ്സ്. കണ്ടോ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. കിങ് ഓഫ് കപ്സ് വീണ്ടും റിപ്പീറ്റ് ആയിരിക്കുകയാണ്. എത്രത്തോളം സ്നേഹം ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ആ ക്വീൻ ഓഫ് സോർഡ്സിൻ്റെ സെറ്റിൽമെൻറ്റ് അവിടെ ആയിക്കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് തന്നെയാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. അവിടെ വലിയ അവർ ആ ഫൈനാൻഷ്യൽ സ്ട്രഗിളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിൻ്റെ ഒരു പ്രശ്നമാണ് അവിടെ കാണുന്നത്. ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് കർക്കിടകം വൃശ്ചികം മീനം ടോറസ് ഇടവ രാശി കുറച്ച് കൂടുതലായിട്ട്. ലിബ്ര ജെമിനി അക്വേറിയസ് തുലാം മിഥുനം കുംഭം ടോറസ് വിർഗോ കാപ്രിക്കോൺ ഇടവം കന്നി മകരം. ലിബ്ര തുലാരാശി കുറച്ച് കൂടുതലായിട്ട്. അടുത്ത ഗ്രൂപ്പുകാർ ഇവിടെ കിങ് ഓഫ് കപ്സ്, ഹെർമിറ്റ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ഞാൻ കിങ് ഓഫ് പെൻറ്റക്കിൾസിനെ വീണ്ടും ക്ലാരിഫൈ ചെയ്തു. അത് സ്റ്റാറും ചാരിയറ്റുമാണ്. അതായത് ഇവർ ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിലെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണെന്ന് ഇവർ ഉറച്ച് വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ യൂണിഫോംഡ് ജോബിലൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ലോങ് ഡിസ്റ്റൻസിലായിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, ഹെർമിറ്റ് വെച്ചിട്ട് ഇവർ എവിടെ ഇരുന്നാലും ഒരു ഒറ്റപ്പെട്ട ഫീലിങ്ങിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഡിസ്റ്റൻസ് ആണ് ഒരു തടസ്സമായിട്ട് കാണുന്നത്. അത് നിങ്ങളുടെ അവർക്കൊരു മിസ്സിങ് എനർജി നിങ്ങളെ ഭയങ്കരമായിട്ട് ഉണ്ട്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം, ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് വേണം എന്ന് തന്നെ ഇവർ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നുകിൽ തടസ്സം ഇവരുടെ ജോബാണ്. ജോബിൽ ഇവർ വിചാരിച്ച രീതിയിൽ ഒരു ലീവൊക്കെ എടുത്ത് നിങ്ങളെ വന്ന് കാണാനുള്ള സാഹചര്യമില്ല. ലോങ് ഡിസ്റ്റൻസും കാണുന്നുണ്ട്. അവിടെ ഇവർ യാത്ര ചെയ്ത് വന്ന് മാത്രമേ നിങ്ങളെ കാണാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. അതൊരു സ്ലോയിങ് ഡൗൺ എനർജിയിൽ വരുന്നതായിട്ടും ഒരു എന്താ പറയുക, ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മിസ്സിങ്ങും അങ്ങനത്തെ ഒരു ഇമോഷണൽ സ്ലോയിങ് ഡൗൺ വരുന്നതായിട്ട് ഇവർക്ക് തോന്നുന്നു കേട്ടോ. അതാണ് അവിടെ ഒരു തടസ്സമായിട്ട് കാണുന്നത്. മനസ്സിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹം തന്നെയാണ്. ഓക്കെ, ഒരു സ്ലോയിങ് ഡൗൺ എനർജിയിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഈ ഡിസ്റ്റൻസ്. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ പ്ലീസ് ഗിവ് മീ നെക്സ്റ്റ് ആക്ഷൻ. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് അവിടെ പറഞ്ഞില്ലേ, റെസ്പോൺസിബിലിറ്റിയാണ്. 8 ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസും.
അവിടെ 8 ഓഫ് പെൻറ്റക്കിൾസ് അവർ ജോലിയിൽ പെട്ട് ഭയങ്കര സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക, റെസ്പോൺസിബിലിറ്റീസിൽ പെട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷെ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരു ഉറച്ച തീരുമാനവുമായിട്ട് അവർ വരും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. പെൻറ്റക്കിൾസോട് പെൻറ്റക്കിൾസാണ് അവിടെ. അപ്പോൾ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിലേ ആണ്. അക്വേറിയസ് കുംഭരാശി കുറച്ച് കൂടുതലായിട്ടുണ്ട്. ടോറസ് വിർഗോ കാപ്രിക്കോൺ ഇടവം കന്നി മകരം. ക്യാൻസർ കർക്കിടക രാശി കുറച്ച് കൂടുതലായിട്ടുണ്ട്. അതേപോലെ കപ്സ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് കർക്കിടകം വൃശ്ചികം മീനം വിർഗോ കന്നി രാശി. പിന്നെ കപ്സ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് കർക്കിടകം വൃശ്ചികം മീനം. ഇത്രയുമാണ് അവിടെ കണക്റ്റ് ആയത്. ഓക്കെ, അടുത്ത ഗ്രൂപ്പുകാർ ഏസ് ഓഫ് കപ്സ് പേജ് ഓഫ് പെൻ. ഇത് നിങ്ങൾ തമ്മിൽ വഴക്കിട്ടതാണ്. നിങ്ങൾ സംസാരിക്കുകയായിരുന്നു, പ്രോബബ്ലി ചാറ്റ് ചെയ്യായിരുന്നു. ചാറ്റ് ചെയ്ത് വരുന്ന അവിടെ നിങ്ങൾ പറഞ്ഞതെന്തോ അല്ലെങ്കിൽ അവർ പറഞ്ഞതെന്തോ നിങ്ങളെ പരസ്പരം വഴക്കിലെത്തിച്ചു. അവിടെ ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ട് പോയി എന്നാണ് കാണുന്നത്. മനസ്സിൽ നിറയെ സ്നേഹമാണ്. ഈഗോ കാരണം നിങ്ങൾ രണ്ടുപേരും തന്നെ ബ്ലോക്ക് മാറ്റുന്നില്ല എന്നൊരു സിറ്റുവേഷനാണ്. ആദ്യം മറ്റേ ആൾ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇത് ഒരാവശ്യമില്ലാത്ത വഴക്ക് ഇട്ടതുപോലെയാണ് കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് ആക്ഷൻ ടേബിൾ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. കണ്ടോ, ഈഗോ മൂലം നെഗറ്റിവിറ്റി മൂലം സ്ലോ ഡൗൺ എനർജി ആവുകയാണ് അവിടെ. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വഴക്കിട്ടിരിക്കുകയാണ് നിങ്ങൾ. ഓക്കെ, വഴക്കിട്ടിട്ട് നിങ്ങൾ ഇവിടെ വാശിയാണ് എനിക്ക് കാണുന്നത്. വാശി പിടിച്ചിട്ട് രണ്ടുപേരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്യില്ല എന്നുള്ളൊരു വാശിയിൽ ഇരിക്കുന്നതായിട്ടും അതുകൊണ്ട് നിങ്ങളുടെ എനർജി സ്ലോ ഡൗൺ ആവുന്നതായിട്ടുമാണ് കാണുന്നത്. വേണ്ട എഫേർട്ട് എടുത്തോളൂ കേട്ടോ. ഈ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് കർക്കിടകം വൃശ്ചികം മീനം ടോറസ് വിർഗോ കാപ്രിക്കോൺ ഇടവം കന്നി മകരം കാപ്രിക്കോൺ മകര രാശി. പിന്നെ ടോറസ് വിർഗോ കാപ്രിക്കോൺ പറഞ്ഞു. വോൺസ് ഉണ്ട്. ഏരീസ് ലിയോ സാജിറ്റേറിയസ് മേഡം ചിങ്ങം ധനു. അടുത്ത ഗ്രൂപ്പുകാർ നിങ്ങളുടെ പേഴ്സൺ യൂണിഫോംഡ് ജോബിലായിരിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു കേസ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഹൈ പ്രീസ്റ്റസ് വരാൻ കാര്യം എന്താണ്? ഹൈ പ്രീസ്റ്റസ് വരാൻ കാര്യം എന്താണ്? ജഡ്ജ്മെന്റ്. ഓക്കെ, എംപറർ. ഇത് ഫാമിലിയുടെ തടസ്സമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇത് നിങ്ങളുടെ സ്പൗസ് ആയിരിക്കാനാണ് കൂടുതലായിട്ടും സാധ്യത. ഇവിടെ ഹൈ പ്രീസ്റ്റസ് ആൻഡ് എംപറർ ഒന്നിച്ച് വരുന്ന അവിടെ ഞാൻ പറയും നിങ്ങളുടെ ഇൻലോസ്. എനിക്ക് തോന്നുന്നു ഇത് കൂടുതലായിട്ട് റെസനേറ്റ് ആവുന്ന ലേഡീസിന് ആയിരിക്കാനാണ് സാധ്യത. ഇവിടെ ഒരു കേസ് ഉണ്ട്, ജഡ്ജ്മെൻ്റ് ഉണ്ട്, ജസ്റ്റിസ് ഉണ്ട്, കേസ് ഉണ്ട് ഉറപ്പായിട്ടും. ഇവിടെ ഫാമിലിയുടെ ഇടപെടൽ മൂലം പാരൻസിൻ്റെ ഇതിപ്പോൾ ഗേളിൻ്റെ പാരൻസ് ആയിരിക്കാം, ബോയിൻ്റെ പാരൻസ് ആയിരിക്കാം. പാരൻസിൻ്റെ ഇടപെടൽ മൂലം അവിടെ നിങ്ങളെ ഒരു ലോങ് ഡിസ്റ്റൻസിലാക്കിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ചാരിയറ്റ് യൂണിഫോംഡ് ജോബിലുള്ള വ്യക്തി ആയിരിക്കാം. അതിനേക്കാളും എനിക്ക് ഇവിടെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് ഒരു കേസ് ഇവർ ബലപൂർവം കേസ് കൊടുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിൽ സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് ഇവിടെ പാരൻസ് അതിഭയങ്കരമായ ഇൻ്റർഫിയറൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ. ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുമ്പോൾ ഇവർ ബൈ ഹുക്ക് ആൻഡ് ക്രൂക്ക് എന്ന് വെച്ചാൽ എന്ത് രീതിയിലും നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കണം എന്ന് ഉറച്ച് തീരുമാനിച്ചിരിക്കുന്ന പോലെ ഒരു ഇതാണ്. ആ ഉറച്ച തീരുമാനമാണ് അവിടെ ചാരിയറ്റിൽ കാണുന്നത്. അതായത് ഇവരിലെ രണ്ട് പാരൻസും തന്നെ കുറച്ച് കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെയൊക്കെ കുറച്ച് ഒരുപാട് ചിന്തിക്കുന്നതായിട്ടും ഫൈനാൻസ് കമ്പയർ ചെയ്യുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വരുന്നതായിട്ട് ഇവരുടെ ഇടപെടൽ മൂലം നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് ഡിവൈൻ? ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? ഇത് ഒത്തിരി സ്ട്രഗിൾ സിറ്റുവേഷനാണ്. ഇവിടെ ക്ഷമയോടെ കൈകാര്യം ചെയ്താൽ കാര്യം കൈകാര്യം ചെയ്യേണ്ടത് വളരെ ക്ഷമയോടെയാണ്. കാരണം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ ഇഷ്ടമാണ്. കിങ് ഓഫ് വാൻസ്, അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് ഇഷ്ടമാണ്. ഇവരുടെ ഇടപെടൽ മൂലം മാത്രമാണ് ഇവിടെ സെപ്പറേഷൻ വന്നിരിക്കുന്നത്. ഈ കാര്യം ക്ഷമയോടെ ഹാൻഡിൽ ചെയ്താൽ ഇത് സക്സസ്സിൽ എത്തിക്കാൻ സാധിക്കാനോ ഉറച്ച തീരുമാനത്തോടുകൂടി നിങ്ങളുടെ
ഇത് സ്പൗസ് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം ആലോചിച്ച് പോയ അവിടെ ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ കോർട്ട് കേസ് കാണുന്നു, കോർട്ട് കേസ് കാണുന്ന അവിടെ ഒരു മാരേജ് പ്രപ്പോസലൊക്കെ ആണെങ്കിൽ കോർട്ട് കേസ് വരില്ലല്ലോ. ഇത് മാരീഡ് കപ്പിൾ തന്നെയാണ്. മാരീഡ് കപ്പിളിനായിരിക്കും ഇത് റെസനേറ്റ് ആവുക. നിങ്ങളുടെ സ്പൗസിന് തന്നെ ഞാൻ പറയും, നിങ്ങളുടെ സ്പൗസിന് നിങ്ങളെ ഇഷ്ടമാണ്. ഈ കാര്യം ഇത്തിരി ക്ഷമയോടെ ഹാൻഡിൽ ചെയ്താൽ നിങ്ങൾക്ക് ഈ കേസിൽ നിന്നും പ്രോപ്പറായിട്ട് പുറത്ത് വന്ന് നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു നല്ല ലൈഫ് പോസിബിൾ ആണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇവർ ഭയങ്കര തീവ്രമായിട്ടുള്ള ഇടപെടലാണ് ഈ പാരൻസിൻ്റെ സൈഡിൽ നിന്ന് കാണുന്നത്. മാനിഫെസ്റ്റേഷൻ ഒരുപാട് ചെയ്യേണ്ടിയിരിക്കുന്നു. ചിങ്ങ രാശി ലിയോ ഒരുപാട് കൂടുതലുണ്ട്. ജസ്റ്റിസ് ലിബ്ര തുലാരാശി, മീനരാശി പൈസസ്, മേടരാശി ഏരീസ്, ക്യാൻസർ, കർക്കിടക രാശി, ജഡ്ജ്മെൻറ്റ് വീണ്ടും തുലാരാശി, പിന്നെ ബോൺസ് ഏരീസ്, ലിയോ, സജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു ഇത്രയുമാണ് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത് കേട്ടോ. ഇവരെ ടാക്റ്റ്ഫുള്ളി ഡീൽ ചെയ്ത് കേസിൽ നിന്നും പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കണം. കാരണം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ഈ പാരൻസിൻ്റെ ഇടപെടൽ മൂലമാണ് ഇവിടെ സ്ട്രഗിൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ടാക്റ്റ്ഫുള്ളി ഡീൽ ചെയ്ത് പുറത്തൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കണം. ക്ലാരിഫൈ. അടുത്ത ഗ്രൂപ്പ് കേസ് ഓഫ് പെൻഡക്കിൾസ്, 6 ഓഫ് പെൻഡക്കിൾസ് ആൻഡ് 4 ഓഫ് സ്വാർഡ്സ്. ഇവിടെ സ്ട്രെസ് സിറ്റുവേഷൻ, ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി, കടങ്ങൾ, അതൊക്കെ മൂലം ഒരു തടസ്സമായിട്ട് ഇവർ ഫീൽ ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. കാരണം ഇവർക്ക് റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയല്ല. ഇവർക്ക് ലൈഫിൽ വേറെ ഫൈനാൻസ് റിലേറ്റഡ് ഒരുപാട് ഇഷ്യൂസ്, കടങ്ങൾ, ലോൺസ് അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. അല്ലെങ്കിൽ ഇവരൊരു പുതിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട്, ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, അതിൽ ഒരു ലോസിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവർ അതിനെയൊക്കെ കുറിച്ച്, അവിടെ കടങ്ങൾ വന്നിട്ടുണ്ട്, അപ്പോൾ അതിനെയൊക്കെ കുറിച്ച് ഇവർ സ്ട്രെസ്ഡ് ആയിട്ട് ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതാണ് അവിടെ തടസ്സം. അവർക്ക് അവിടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം ഇപ്പോൾ ആലോചിക്കാൻ സമയമില്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ, ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ. എംപറസ്, 8 ഓഫ് കപ്സ്. തൽക്കാലം ഒരു ബാക്ക് സ്റ്റെപ്പ് എടുത്തിരിക്കുന്നതായിട്ടാണ്. നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹമാണ്, എംപ്രസ്സാണ് നിങ്ങൾ അവരുടെ ലൈഫിൽ. നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻ്റ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന് അവർക്കറിയാം. കാരണം നിങ്ങൾ അവരെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്ന് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. ഇവർ മനസ്സിലാക്കുന്നു, നിങ്ങൾ അവരുടെ സ്ട്രെസ്സ് മനസ്സിലാക്കും, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, അവരുടെ ലൈഫിൽ നിന്നും കടന്നു പോകില്ല, അവർ വരും വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവരിപ്പോൾ അവരുടെ ഫൈനാൻഷ്യൽ സൈഡിലേക്ക് കുറച്ച് ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് അവിടെ കാണുന്നത് കേട്ടോ. ഈ ഒരു സിറ്റുവേഷൻ ക്ലിയർ ചെയ്യുമ്പോൾ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് തന്നെയാണ് കാണുന്നത്. ടോറസ്, ഇടവരാശി കുറച്ച് കൂടുതലായിട്ടുണ്ട്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. 4 ഓഫ് വാൻസ്, 2 ഓഫ് പെൻഡക്കിൾസ്. റെസ്പോൺസിബിലിറ്റീസിൽ പെട്ട് ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ, അവിടെ തേർഡ് പാർട്ടി ഉണ്ടാവാനും സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവർ കിടക്കുകയാണ്, അവിടെ പെട്ട് കിടക്കുകയാണ്. എനിക്ക് 2 ഓഫ് സോർട്സ് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യുകയാണ്. 2 ഓഫ് സോർട്സ് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യും. അവിടെ ഇതാണ് എന്താണ് ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി ഒക്കെയാണ്. ക്രോസ് റോഡ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അവിടെ തേർഡ് പാർട്ടി അല്ല, ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റീസ് ഒക്കെയാണ് കാണുന്നത്. പക്ഷെ നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്. അവർക്ക് അവിടെ റെസ്പോൺസിബിലിറ്റീസ്, ജോലി, കരിയർ അതൊക്കെ ആയിരുന്നു തടസ്സം, ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു തടസ്സം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്കൊരു പ്രപ്പോസലുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് പോസിറ്റീവ് ആയിട്ട് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിലേക്ക് നിങ്ങൾ എത്തുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. നെക്സ്റ്റ് ആക്ഷൻ, നെക്സ്റ്റ് ആക്ഷൻ, ദ സൺ, ലവേഴ്സ്. കണ്ടോ, പോസിറ്റിവിറ്റി വിത്ത് ലോട്ട്സ് ഓഫ് ലവ്. ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് ഒരു പോസിറ്റീവ് ലൈഫിലേക്ക് വരുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. വളരെ നല്ല എനർജിയിലാണ് ആ ഗ്രൂപ്പുകാർ ലാസ്റ്റിൽ. ലവേഴ്സ്, ജെമിനായി, മിഥുന രാശി, ലിയോ, ചിങ്ങ രാശി, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഇത്രയുമാണ്
ഇവിടെ കണക്റ്റ് ആയത്. ഓക്കെ, ഇതായിരുന്നു ഈ ഗ്രൂപ്പുകാർക്കുള്ള. ഇനി ലാസ്റ്റ് ഗ്രൂപ്പുകാർക്ക്. ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം TUWXYZ തുടങ്ങുന്നതാണ്. ഇവിടെ എനിക്കറിയേണ്ടത് ഇവരുടെ റിലേഷൻഷിപ്പിലുള്ള ഒബ്സ്റ്റക്കിൾസ് എന്താണ്, ഒബ്സ്റ്റക്കിൾസ് മാറുമോ എന്ന് എനിക്കറിയണം. നിലവിലുള്ള ഒബ്സ്റ്റക്കിൾസ് എന്താണ്, ഒബ്സ്റ്റക്കിൾസ് മാറുമോ എന്ന് എനിക്കറിയണം. ലവേഴ്സാണ് ആദ്യം വീണത്. ലവേഴ്സ് ഇങ്ങനെ ഒബ്സ്റ്റക്കിൾ ആവുക അല്ലേ. ജഡ്ജ്മെൻറ്റ് ക്ലാരിഫൈ ചെയ്യുമ്പോൾ അറിയാം കേട്ടോ. ടവർ, ഓക്കെ. 10 of Cups, ഓക്കെ, ഫാമിലി ഒരു തടസ്സമാണ്. 8 of Pentacles, 10 of Swords, bottom of the deck, 7 of Pentacles. പലർക്കും ഫൈനാൻഷ്യൽ ട്രബിൾ തന്നെയാണ്. ക്ലാരിഫൈ ലവേഴ്സ്, ക്ലാരിഫൈ ലവേഴ്സ്, ക്ലാരിഫൈ ലവേഴ്സ്. Four of Pentacles. കാർഡ് താഴെ പോയി, എടുക്കട്ടെ. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് 9 of Cups. അതായത് ഇവരുടെ അൺഎക്സ്പ്രസ്ഡ് ലവ് ആണ്. അതിതീവ്രമായ സ്നേഹം മനസ്സിൽ അടക്കി പിടിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അത് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കൊരു വിഷ് ഫുൾഫിൽമെൻറ്റിലേക്ക് അത് എത്തുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഇവരുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാതെ വെച്ചിരിക്കുകയായിരുന്നെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ട് അതൊരു വിഷ് ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ തടസ്സം എന്തായിരുന്നു? മറച്ചു പിടിക്കൽ തന്നെയായിരുന്നു, മനസ്സിൽ അടക്കി പിടിക്കലായിരുന്നു. നെക്സ്റ്റ് ആക്ഷൻ, നെക്സ്റ്റ് ആക്ഷൻ. ഫൂൾ ആൻഡ് ഏസ് ഓഫ് കപ്സ്. ഞാൻ പറഞ്ഞില്ലേ, സ്നേഹം നിറഞ്ഞു കവിഞ്ഞ് അവർക്കിനി പറയാതിരിക്കാൻ വയ്യ എന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്തി. രണ്ടും കൽപ്പിച്ച് അവരവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ജെമിനി, മിഥുന രാശിക്കാർ കുറച്ച് കൂടുതലായിട്ടുണ്ട്. ഏരീസ്, മേട രാശിക്കാരും, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ഇവർക്കിനി അത് തുറന്ന് പറയാതെ പറ്റില്ല എന്നുള്ള സ്ഥിതിക്ക് ഇറ്റ് സ്പില്ലിങ് ഔട്ട്. സ്നേഹം മനസ്സെന്ന് അവരറിയാതെ തന്നെ സ്പിൽ ഔട്ട് ചെയ്ത് വരുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്, ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്, ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്. ക്വീൻ ഓഫ് കപ്സും 5 of Pentacles. ഇത് നേരത്തെ 2 റീഡിങ്ങിലും റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവർക്ക് കേസ് നടക്കുന്നുണ്ട്, ഇവരതിനെ പറ്റിയിട്ട് ഒരുപാട് ഇമോഷണലായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അവിടെ ഒരു സെറ്റിൽമെൻറ്റിൻ്റെ കാര്യം വരുന്നുണ്ട്. അതായത് ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി അവിടെ വരുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് അവർ ഇമോഷണലായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഈ കേസ് സെറ്റിലായി പ്രോപ്പറായിട്ട് ഫൈനാൻസ് ഒക്കെ കൊടുത്ത് സെറ്റിലായതിനു ശേഷം മാത്രമേ ഇവർക്ക് നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. അവിടെ ആ കേസ് തന്നെയാണ് ഒരു ഇതായിട്ട് ഒബ്സ്റ്റക്കിളായിട്ട് കാണുന്നത് കേട്ടോ. ഈ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ഇവരുടെ ഹെൽത്ത് വരെയും എഫക്റ്റഡ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. അവർ ഭയങ്കര സ്ട്രെസ്ഡായിട്ട് ഈ കേസിനെ പറ്റി ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇമോഷണലി കുറച്ച് ഡൗൺ ആയിട്ട് കാണുന്നു നിങ്ങളുടെ പേഴ്സൺ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ, ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. 9 of Pentacles and Devil. ഒബ്സസ്ഡ് തിങ്കിങ് ആണ് ഫൈനാൻസസിനെ കുറിച്ചിട്ട്. അത് തന്നെയാണ് എങ്ങനെ ഇതിന് പുറത്ത് കിടക്കും എന്നുള്ളൊരു ചിന്തയാണ് അവരെ ഒരുപാട് ഒരു ഓവർ തിങ്കിങ്, ഒബ്സസീവ് തിങ്കിങ് എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ നെഗറ്റിവിറ്റിയിൽ പെട്ട് കിടക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം അവർ തന്നിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഈ കേസ് ഒന്ന് സെറ്റിലായതിനു ശേഷം മാത്രമേ, പൈസ സ്വരൂപിക്കുന്ന തിരക്കിലാണ് അവർ, അതൊന്ന് സെറ്റിലായതിനു ശേഷം മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യത അവിടെ കാണുന്നുള്ളൂ. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. കാപ്രിക്കോൺ മകര രാശി, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ലിബ്ര, തുലാ രാശി. ക്ലാരിഫൈ ടവർ. ടവർ പറയുമ്പോൾ ടവർ തന്നെയാണ് അല്ലേ, തടസ്സമാണ് അവിടെ. ക്ലാരിഫൈ ടവർ.
സ്റ്റാറും ജസ്റ്റിസ് അവിടെ വീണ്ടും അത് തന്നെയാണ് വിഷ് ഫുൾഫിൽമെൻറ്റിന് കേസ് തടസ്സമായിട്ട് നിൽക്കുന്നതായിട്ടാണ്. അപ്പോൾ പൂർണ്ണമായിട്ടുള്ള തടസ്സമാണ്. അതായത് ഈ കേസ് ഈ ഫൈനാൻസിൻ്റെ ഇഷ്യൂ ക്ലിയർ ചെയ്താലൊന്ന് ക്ലിയർ ആവും. പക്ഷെ ഇവിടെ ഇപ്പോൾ ടോട്ടലി ടവറിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. കേസിൽ അതിഭയങ്കരമായിട്ട് സ്റ്റക്കായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവിടെ ഡിലേ വരുന്നതായിട്ട് കാണുന്നു. 2 കൊല്ലമെങ്കിലും എടുക്കും ആ കേസ് ഒന്ന് ക്ലിയർ ആയിട്ട് വരാൻ. അവിടെ ആ കേസ് ഭയങ്കരമായ തടസ്സം സൃഷ്ടിക്കുന്നതായിട്ടാണ് കാണുന്നത്. വിഷ് ഫുൾഫിൽമെൻറ്റിലേക്കുള്ള ടവറാണത്. അതൊരു തടസ്സമായിട്ടാണ് ആ കേസ് അവിടെ കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ. നെക്സ്റ്റ് ആക്ഷൻ. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും ഉണ്ടാവുമോ? ഡിലേ വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. അവിടെയും ഫൈനാൻഷ്യൽ ഇഷ്യൂസും ഹാങ്ഡ് മാൻ സ്റ്റക്കാണ്. അവരവിടെ സ്റ്റക്കായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിന്തകളാണ്, ഓവർ തിങ്കിങ് ആണ്. ഈ പറഞ്ഞ പോലെ കേസിൽപ്പെട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ലിബ്ര, തുലാരാശിക്കാർ, മീനം, പൈസസ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, അക്വേറിയസ്, തുലാരാശി, അത്രയുമാണ് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. ക്ലാരിഫൈ 10 ഓഫ് കപ്സ്. ക്ലാരിഫൈ 10 ഓഫ് കപ്സ്. ഫാമിലിയാണ് അവിടെ മെയിൻ തടസ്സം. ക്ലാരിഫൈ 10 ഓഫ് കപ്സ്. അവിടെ നിങ്ങൾ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആവുന്നതായിട്ടാണ് കാണുന്നത്. 10 ഓഫ് കപ്സ് വെച്ചിട്ട് കാണുന്നത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഓക്കെ, അവിടെ പ്രയോറിറ്റി വരുന്നത് അറ്റ് പ്രസൻറ്റ് ഫാമിലിക്കാണ്. അവർ ക്രോസ് റോഡ് സിറ്റുവേഷൻസിൽ നിൽക്കുകയായിരുന്നെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അവിടെ കാണുന്നത്. അവിടെ ഫാമിലിയാണ് ഒബ്സ്റ്റേക്കിൾ. നെക്സ്റ്റ് ആക്ഷൻ. എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി എന്തെങ്കിലും ഒരു നെക്സ്റ്റ് ആക്ഷൻ ഇവരുടെ സൈഡിൽ നിന്ന് വരുമോ? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിൽ നിന്നും എന്തെങ്കിലും ഒരു നെക്സ്റ്റ് ആക്ഷൻ എൻ്റെ വ്യൂവേഴ്സിന് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? 10 ഓഫ് വാൻസും 8 ഓഫ് സ്വോർഡ്സുമാണ്. മൂവിങ് അവേ തന്നെയാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. നിങ്ങളിൽ നിന്നും ദൂരേക്ക് മാറിപ്പോകുന്നതായിട്ട് സ്ട്രെസ് എടുത്തിട്ട് തന്നെയാണ്. പക്ഷേ അവിടെ പ്രയോറിറ്റി അവരവരുടെ കുടുംബത്തിന് കൊടുക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, വാൺസ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേഡം, ചിങ്ങം, ധനു, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ടോറസ്, വിർഗോ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ടോറസ് ഇല്ല കേട്ടോ. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, ഇത്രയാണ് അവിടെ കണക്റ്റ് ആവുന്നത്. ക്ലാരിഫൈ 8 ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ 8 ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ 8 ഓഫ് പെൻറ്റക്കിൾസ്. റെസ്പോൺസിബിലിറ്റീസ്. നിങ്ങളെ ഒരുപാട് ഓർക്കുന്നതായിട്ട് കാണുന്നു. റെസ്പോൺസിബിലിറ്റീസിൽ പെട്ട് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളെ കാണണം, സംസാരിക്കണം എന്നൊക്കെ അവർ അതിതീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ റെസ്പോൺസിബിലിറ്റി മൂലം അവിടെ സ്റ്റക്കായിട്ടിരിക്കുന്നതായിട്ട്, ഫൈനാൻഷ്യൽ ട്രബിൾ, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ്, അതൊക്കെ മൂലം അവിടെ സ്റ്റക്കായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ. നെക്സ്റ്റ് ആക്ഷൻ. നെക്സ്റ്റ് ആക്ഷൻ. നെക്സ്റ്റ് ആക്ഷൻ പ്ലീസ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ഞാൻ പറഞ്ഞില്ലേ, റെസ്പോൺസിബിലിറ്റിയിൽ പെട്ട് ഇങ്ങനെ വല്ലാതെ സ്ട്രെസ്സായിട്ടിരിക്കുന്നതായിട്ടും 7 ഓഫ് സ്വോർഡ്സ് തൽക്കാലം മാറി നിൽക്കുന്നതായിട്ടും തന്നെയാണ് കാണുന്നത്. അവിടെ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണ്. ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി അവർക്ക് തീവ്രമായിട്ടുണ്ട്. പൈസ സമ്പാദിച്ചേ മതിയാകൂ, ഇതിൽ നിന്നും പുറത്ത് കടന്നേ മതിയാകൂ. ഇപ്പോൾ തൽക്കാലം റിലേഷൻഷിപ്പ് ഒന്ന് ഒരു ബാക്കിലേക്ക് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒരു റെസ്പോൺസിബിലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, മേടം, ഏരീസ് കുറച്ച് കൂടുതലായിട്ടുണ്ട്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. 10 of swords. Clarify 10 of swords. Clarify 10 of swords. Strength and Knight of Cups. Okay. ഇവർ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ നിങ്ങളെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആയി കാണും, പിരിഞ്ഞു പോയി കാണും. ഒരു എൻഡിങ് നിങ്ങളെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിട്ട് ഇദ്ദേഹം പോയിട്ടുണ്ടായിരിക്കും. അവിടെ ഇവരുടെ തെറ്റ് മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തൊരു ക്ഷമാപണമൊക്കെ ആയിട്ട് വന്ന് സിറ്റുവേഷൻ ക്ഷമയോടെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്.
ഇവരുടെ റീസണിലാണ് നിങ്ങളായിട്ട് എൻഡ് ചെയ്തതല്ല, അവർ ഓരോന്ന് പറഞ്ഞ് നിങ്ങളെ അത് ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയതാണ് കേട്ടോ. പക്ഷേ അവർക്ക് ദൂരെ ഇരുന്ന് മനസ്സിലായി നിങ്ങൾ അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അവിടെ ഈ കാര്യങ്ങൾ ക്ഷമയോടെ ഹാൻഡിൽ ചെയ്ത് ഒരു ക്ഷമാപണമൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. ആഗ്രഹം മാത്രമാണോ ഡിവൈൻ, ഇവർ വരുമോ? ആഗ്രഹം മാത്രമാണോ, ഇവർ വരുമോ? കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ അവർ തീർച്ചയായും ശ്രമിക്കും. ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിലേക്ക് അത് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഇത് നടക്കും കേട്ടോ. ഇവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും, ക്ഷമ ചോദിക്കും. നിങ്ങൾക്കൊരു വിഷ് ഫുൾഫിൽമെൻറ്റ് വരുന്നതായിട്ട് തന്നെയാണ്. ഇവരോട് ക്ഷമിക്കണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അത് നിങ്ങളുടെ എത്ര തീവ്രമായിട്ട് ഇവർ വേദനിപ്പിച്ചു എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും ക്ഷമാപണമൊക്കെ അല്ലേ. പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ടും നിങ്ങളുമായിട്ട് ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിൽ എത്തുന്നതായിട്ടുമാണ് അവിടെ കാണുന്നത്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ചിങ്ങം, ലിയോ. പിന്നെ കപ്സ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുല, മിഥുനം, കുംഭം. ക്ലാരിഫൈ 7 of Pentacles. ക്ലാരിഫൈ 7 of Pentacles. ക്ലാരിഫൈ 7 of Pentacles. വെയിറ്റിംഗ് പീരീഡ് ആണ്, ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടി ആണ്, സ്ട്രെസ്സാണ്, ഒറ്റപ്പെട്ട ഫീലിംഗ് ആണ്, വർക്ക് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഇരിക്കുന്ന അവിടെ ഇവർ ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട്. സ്ട്രെസ്സാണ്, രാത്രി ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ തന്നെയാണ്. ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടി, കരിയർ ഒക്കെയാണ് അവിടെ തടസ്സമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ. എനി നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ. ഏസ് ഓഫ് സ്വാർഡ്സ്. ഇവർക്ക് ഒരു റിയലൈസേഷൻ വന്നിട്ടുണ്ട്. ലോങ് ഡിസ്റ്റൻസും ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കാത്തത്. വർക്ക് റിലേറ്റഡ് ആയിട്ട്, ജോലി സംബന്ധമായിട്ട് ഇവർ ലോങ് ഡിസ്റ്റൻസിലാണ്, എബ്രോഡൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. വിചാരിച്ച വേഗത്തിൽ നിങ്ങളെ വന്ന് കാണാൻ സാധിക്കുന്നില്ല. ലോങ് ഡിസ്റ്റൻസ് ആണ് അവിടെ തടസ്സമായിട്ട് കാണുന്നത്. ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി ഉണ്ടാവും കേട്ടോ. അവരവിടെ ഒറ്റപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവർക്ക് ഒരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ റിലേഷനെ പറ്റിയിട്ട്. അതുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത് കേട്ടോ. ഇപ്പോൾ സ്ട്രെസ് ഉണ്ട്, ഓവർ തിങ്കിങ് ഉണ്ട്, ഉറക്കമില്ലായ്മയുണ്ട്, നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. അപ്പോൾ ഇനിയിപ്പോൾ മെസ്സേജസ് ഒന്നും എടുക്കുന്നില്ല. രാവിലെ മെസ്സേജസ് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ ചാനലുമായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് കണക്റ്റഡ് ആവുന്നതെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റുമെങ്കിൽ ഹൈപ്പനും കൂടെ ചെയ്യുക കേട്ടോ. അതേപോലെ ഹാപ്പി ആയിരിക്കുക, എല്ലാം പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. ഇതിൽ ചിലർക്കൊക്കെ നെഗറ്റീവ് വന്നിട്ടുണ്ട്. നെഗറ്റീവ് വന്നവരൊക്കെ, കാരണം ഒബ്സ്റ്റക്കിൾസ് ആണ് നമ്മൾ നോക്കിയത് അല്ലേ. തടസ്സം മാറില്ല എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് മനസ്സിലേക്ക് അങ്ങോട്ട് എടുക്കാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഇത് ജനറൽ റീഡിംഗ് ആണ്, ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. ഇവിടെ ഒരുപാട് പേരുടെ എനർജീസ് കണക്റ്റ് ആവും. ഓക്കെ, പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നമുക്ക് യഥാർത്ഥ സിറ്റുവേഷൻ അറിയാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർ കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, വേറെ എന്താണ്? അപ്പോൾ ഹാപ്പി ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. ഓക്കെ, ഉടനെ തന്നെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് കാണാം. ബൈ.